ഞങ്ങൾ വന്ന് ഗൈനക്കോളജിയെ കുറിച്ച് പറയുമായിരുന്നല്ലോ എന്ന് പറയും. എന്ന് വെച്ചാൽ ഏതറിയാൻ വയ്യാത്ത കാര്യത്തെ കുറിച്ച് സംസാരിക്കാൻ കഴിയുന്ന ഒറ്റ ആളുകളെ ഉള്ളൂ രാഷ്ട്രീയക്കാരാണ്. ഞാനും രാഷ്ട്രീയ പ്രവർത്തനത്തിൽ തോന്നായതുകൊണ്ട് എനിക്കറിയാവുന്നതാണ് ഞാൻ പറഞ്ഞത്. അതെന്ന് പറഞ്ഞാൽ എന്തുകൊണ്ടാ? അവരുടെ ആത്മവിശ്വാസമാണ്. ശരിയല്ലേ? അപ്പൊ ആത്മവിശ്വാസം ഏറ്റവും കൂടുതലുള്ള ഇപ്പോഴത്തെ ഒരു ലോകത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറയോ, പണ്ട് 25 വർഷം മുമ്പത്തെ പെൺകുട്ടികൾ എങ്ങനെയാണെന്ന് അറിയോ? 30 വർഷമൊക്കെ മുമ്പ് വീട്ടിലോട്ട് ഒരാൾ വന്നാൽ മോളെ ഇങ്ങോട്ട് പറയാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ വന്ന് താഴോട്ടൊക്കെ നോക്കി കാലിനൊപ്പം കൊണ്ട് ഇങ്ങനെയൊക്കെ വരച്ചോണ്ട് ഇങ്ങനെ വാതിൽ പകുതി ഇങ്ങനെ തുറന്ന് ഇങ്ങനെ നിൽക്കും. ഇപ്പോ പെൺപിള്ളാരെ ഇങ്ങോട്ട് വിളിക്കാം, മോളെ ഇങ്ങോട്ട് വന്നേ, മോളെ ഇങ്ങോട്ട് വന്നിട്ട് ഹായ് എങ്കിൽ എന്തുകൊണ്ട് എപ്പോ വന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഓളെ ഇങ്ങോട്ട് വരും. എന്നിട്ട് അകത്തോട്ട് നോക്കിയിട്ട് നമ്മൾ വിളിക്കാം, മോനെ ഇങ്ങോട്ട് വന്നിടാം പറഞ്ഞാൽ മോനെ പതുക്കെ പഴയ പെൺപിള്ളാരുടെ കൂട്ട്. എന്നുവെച്ചാൽ ഇപ്പോഴത്തെ തലമുറയിൽ ന്യൂ ജനറേഷൻ നോക്കിയാൽ മതി, ആൺപിള്ളാരെല്ലാം പെൺപിള്ളാരുടെ കൂട്ടായി, പെൺപിള്ളാരെല്ലാം ആൺപിള്ളാരുടെ കൂട്ടായി. സ്കൂളിലോട്ടോ കോളേജിലോട്ടോ നമ്മളൊന്ന് പോയി നോക്കുക. ഈയിടയ്ക്ക് ഞാൻ ഒരു കോളേജ് ചെന്നപ്പം ഒരു ചെറുപ്പക്കാരൻ അധ്യാപകൻ എന്നെ വിളിച്ചു. ഞാൻ കോളേജിൽ ഉദ്ഘാടനം ചെയ്യുന്നതാണ്. അപ്പോ ആ ചെറുപ്പക്കാരൻ പിന്നെ അധ്യാപകൻ എന്നോട് പറയാ, ഞാനിപ്പോ എന്റെ തന്ത നാരായണൻ അദ്ദേഹത്തെ ശപിക്കുക. ഞാൻ ചോദിച്ചു എന്തുവാ? ഞാൻ അകത്തോട് നോക്കിയപ്പോൾ പെൺപിള്ളാരും ആൺപിള്ളാരും മടിയിലായിരിക്കുന്നത്. നിങ്ങൾ കോളേജിലോട്ട് കയറി നോക്കി, ഞാൻ കോളേജിന്റെ പേര് പറയുന്നില്ല, അത്ര രീതിയിലാണ് ഇപ്പൊ ആൺപിള്ളാരും പെൺപിള്ളാരും ഇടപെടുന്നത്. കഴിഞ്ഞ ദിവസം ഒരു ടീച്ചർ, ഒരു ഹയർ സെക്കൻഡറി ടീച്ചർ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, വക്കീലെ ആകെ പ്രശ്നമാവും, ഇപ്പൊ ബോക്സോ കേസിൽ ഞാൻ വരെ അകത്താവും. ഞാൻ ചോദിച്ചു എന്തോ പ്രശ്നം? എന്നിട്ട് എന്റെ മോൻ +2 പഠിക്കുക, എന്നിട്ട് അവനെ കാണാനായിട്ട് 7 പെൺപിള്ളാർ വന്നിരിക്കുന്നു. 7 പെൺപിള്ളാരും അവനും കൂടെ മുറി അടച്ചതിനകത്തിരിക്കുക. എനിക്കിത് നാശമാവും, എന്റെ മോൻ മനസ്സിലാവും, എന്തുവാന്ന് അറിയത്തില്ലെന്ന്. ഞാൻ പറഞ്ഞാൽ അത് വെറും ഫ്രണ്ട്ഷിപ്പാണ്, ഇപ്പോഴത്തെ രീതിയാണ്, ടീച്ചർ അങ്ങനെ സംശയിക്കേണ്ട കാര്യമില്ല. അതൊക്കെ പുതിയ കാലത്തിലെ പ്രത്യേകതകളാണ്. നിങ്ങൾക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടോ? ഇത് നമുക്ക് കാണുമ്പോൾ വിചാരിക്കുക ഏതായാലും പ്രശ്നമാണ്. പക്ഷെ പുതിയ തലമുറയ്ക്ക് അങ്ങനെ ആൺപെൺ വേർതിരിവോ ജാതി മതത്തിന്റെയോ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. പിന്നെ ഏറ്റവും വലിയ ബുദ്ധിമുട്ട് എന്താണെന്ന് വെച്ചാൽ ഒരു ടീനേജറെ നമുക്ക് പള്ളിയിലേക്ക് വിളിച്ചുകൊണ്ട് വരാൻ പോലും വലിയ പാടാണ്. ശരിയാണോ? ടീനേജർമാരും പള്ളിയിലോട്ട് വിളിച്ചുകൊണ്ട് വരാൻ വലിയ പാടല്ലേ? തോന്നിയിട്ടുണ്ടോ? പിന്നെ അവരെന്തെങ്കിലും ശ്രദ്ധിക്കുന്നതായിട്ട് നടിക്കുന്നേ ഉള്ളൂ. ഇപ്പൊ ഇവിടെ ഒരു ടീനേജർ ഉണ്ടായിരുന്നെങ്കിൽ ഒരു ടീനേജർ പോലും വന്നിട്ടില്ല, നമ്മൾ വിളിച്ചിട്ടില്ല തോന്നല്ലേ? ഭാര്യയുണ്ട്. ഇങ്ങനെ പരസ്യമായിട്ട് പറഞ്ഞാൽ പോക്സോ കേസിൽ അകത്താവും. ഈയിടയ്ക്ക് ഒരാൾ എന്നോട് പറയാ, സാറേ ഈ പോക്സോ കേസൊക്കെ എടുത്ത് കളയേണ്ട കാലം കഴിഞ്ഞു. ഞാൻ ചോദിച്ചു എന്തുവാ? ഇപ്പോഴായിരുന്നു പോക്സോ കേസെങ്കിൽ നമ്മുടെ ഗാന്ധിജിയൊക്കെ അകത്ത് കിടന്നതിന്. ഗാന്ധി കല്യാണം കഴിച്ചത് 13 വയസ്സിലാണ്. കസ്തൂർബ ഗാന്ധിക്ക് 13 വയസ്സേ ഉള്ളായിരുന്നു. എന്ന് പറഞ്ഞ ഇപ്പോഴത്തെ നിയമങ്ങൾ വേറെ നിയമ രീതിയാണ്. അപ്പോ ഭാര്യ ടീനേജുകാരിയാന്ന് പറഞ്ഞാൽ അച്ഛനെ പിടിച്ച് അകത്തിടും അല്ലേ? ബാക്കി ഇടി കഴിഞ്ഞിട്ടേ പോലീസുകാർ ചോദിക്കത്തുള്ളൂ, സർട്ടിഫിക്കറ്റ് പിന്നീട് ചോദിക്കത്തുള്ളൂ, ഇടിയൊക്കെ കഴിഞ്ഞിട്ടേ ചോദിക്കത്തുള്ളൂ. അതുകൊണ്ട് ഏതായാലും അച്ഛൻ വീട്ടിലും തമാശ പറയുമോ? ഒരു തവണ ഞാന് ഓതറ പള്ളിയിൽ വെച്ച് അച്ഛനെ വരയ്ക്കുകയാണ്. അപ്പൊ അച്ഛനെ വരയ്ക്കുമ്പോ അച്ഛൻ വരച്ച വരയിൽ ഇങ്ങനെ അടങ്ങി നിൽക്കുന്നു. അപ്പൊ അച്ഛന്റെ ഭാര്യ പുഷ്പമാ പറഞ്ഞ മനസ്സിൽ പറയാ, എന്തോ പറയും, ഈ മനുഷ്യൻ കേട്ടോ വരച്ച വരയിൽ നിൽക്കുന്നു. ഞാൻ ഇത്രയും കല്യാണം കഴിച്ച് നോക്കിയിട്ടും വരച്ച വരയിൽ നിൽക്കാത്ത അച്ഛനാണ്. ഈ അച്ഛൻ എന്താ ഇപ്പൊ ഇങ്ങനെ നിൽക്കുന്നത്? അച്ഛൻ എന്താ വരച്ച വരയിൽ നിൽക്കാത്തത്? ഞാൻ വരച്ച വരയില്ല, വരച്ച വരയിൽ നിൽക്കുന്ന നല്ല കൈ കൊടുത്തേ, നല്ല കൈ കൊടുത്ത് സഭയുടെ വരച്ച വരയിലാണല്ലോ. അപ്പൊ കഴിഞ്ഞ ദിവസം ഈ അച്ഛന്മാര് വലിയ തമാശയാണ്. കഴിഞ്ഞ ദിവസം ഒരു കുടുംബ സംഗമത്തിൽ ചെന്നപ്പം ഒരച്ഛൻ എല്ലാവരെയും ഉപദേശിക്കുകയാണ്. ആണുങ്ങൾ മാത്രമേ ഉള്ളൂ കേട്ടോ. ഉപദേശിക്കുന്ന എങ്ങനെയാണ്? അച്ഛനോട് അല്പം വൈൻ എടുത്ത് കഴിച്ചു. വൈൻ മാത്രമേ അച്ഛൻ കഴിക്കത്തുള്ളൂ. അത് ക്രിസ്തുവിന്റെ രക്തമായതുകൊണ്ടാണ് വൈൻ മാത്രം കഴിക്കുന്നത്. അപ്പൊ വൈൻ കഴിച്ചിട്ട് അച്ഛൻ എല്ലാവരെയും ഉപദേശിക്കുകയാണ്, നിങ്ങൾ ടൂറിന് പോകുമ്പോൾ നിങ്ങൾ എല്ലാവരും ഭാര്യയും കുട്ടിയാണ് ടൂറിന് പോകാവൂ. അപ്പോ അവിടെ നിന്നുകൊണ്ടൊരു ചെറുപ്പക്കാരൻ ചോദിച്ചു, എന്തോ അച്ഛായി പറയുന്നത്? ടൂറിന് പോകുമ്പോ ഒക്കെ ഭാര്യ, ഞാൻ എന്റെ കമ്പനി സെക്രട്ടറി കൊണ്ടൊക്കെയാണ് പോകുന്നത്, ടൂറിന് പോകുമ്പോൾ ഭാര്യയും കൊണ്ട് പോകും. അപ്പൊ അച്ഛൻ വീണ്ടും തറപ്പിച്ച് പറയാണ്, ടൂറിനൊക്കെ പോവുകയാണെങ്കിൽ ഭാര്യയും കൊണ്ട് മാത്രമേ പോകാവൂ. അപ്പൊ വീണ്ടും എല്ലാവരും സംശയിച്ച് നോക്കിയപ്പോ അച്ഛൻ പിന്നീട് ഒന്നും പറയാ, അവനവന്റെ ഭാര്യയെ കൊണ്ട് പോകണമെന്നല്ലേ ഞാൻ പറഞ്ഞത്, വല്ലവരുടെയും ഭാര്യയെ കൊണ്ട് പോകാൻ ഞാൻ പറഞ്ഞത് തമാശന് പറഞ്ഞതുപോലെ. എന്നിട്ട് അച്ഛൻ പറഞ്ഞു തമാശാണ് എന്ന് പറഞ്ഞു. അങ്ങനെയാണോ? അതാണോ? അല്ല. അപ്പോ അങ്ങനെയൊന്നും ആവരുത് അല്ലേ? അപ്പോ നിങ്ങളിൽ ആരാണ് ഈ പറഞ്ഞ കോൺഫിഡൻസ് ഏറ്റവും കൂടുതൽ ഉള്ളവർ? ഞാൻ പറഞ്ഞു നോളജ് എന്ന് പറഞ്ഞാൽ നോളജ് ഈസ് ജസ്റ്റ് എൻ ആൻഡ് വേ.
But confidence is a 10-letter word. ആരാണ് ഏറ്റവും നോളജ് ഉള്ള ആള്? അത് അവിടെ നിൽക്കട്ടെ. പക്ഷെ കോൺഫിഡൻസ് ഉള്ളത് ആരാന്ന് നമുക്കിപ്പോ അറിയാം. ആരാണ് വന്നത് ഇവിടെ വന്ന് ശാന്തമി രാത്രി 2 സ്റ്റെപ്പ് കാണിക്കുന്നത്? എല്ലാവർക്കും ഒന്ന് ചിരിക്കാൻ അവസരം. ആരാണ് വരുന്നത്? ആരാണ് വരുന്നത്? ഏറ്റവും ആത്മവിശ്വാസം, എന്ത് ചെയ്യാം, ഈ ലോകത്തെ വിജയിക്കണമെങ്കിൽ എന്ത് ചെയ്യാമെന്നുള്ള ആത്മവിശ്വാസം ഉള്ളവരെ വിജയിച്ചിട്ടുള്ളൂ. സംശയമുണ്ടോ? സംശയമുണ്ടോ? ആരാ വരുന്നത്? ഈ സൈഡിൽ നിന്ന് വരുന്നത്, ഈ സൈഡിൽ നിന്ന് വരുന്നത്. നല്ലൊരു കൈഡ് കൊടുക്കാം, നല്ല കൈഡ്. നമുക്ക് നല്ല ആത്മവിശ്വാസം എപ്പോഴും വേണം. ആത്മവിശ്വാസമാണ് നമ്മളെ ലോകത്തിന്റെ നെറുകയിൽ എത്തിക്കുന്നത്. ഇപ്പൊ കഴിഞ്ഞ ദിവസം എന്റെ വീട്ടിൽ ഷെയ്ഖ് ഹസൻ ഖാൻ എന്ന് പറഞ്ഞ ഒരാൾ വന്നു. ഷെയ്ഖ് ഹസൻ ഖാൻ കേട്ടിട്ടുള്ള ആരെങ്കിലും ഉണ്ടെന്ന് കൈ നിർത്തി. നമ്മുടെ നാട്ടുകാരനാണ് ഷെയ്ഖ് ഹസൻ ഖാൻ. ഷെയ്ഖ് ഹസൻ ഖാൻ എന്നുള്ള പേര് നമ്മളെല്ലാം ഓർക്കണം. എന്റെ മനസ്സിലെ ഏറ്റവും വലിയ ആഗ്രഹം അത് കീഴടക്കുക എന്നുള്ളതായിരുന്നു. എവറസ്റ്റ് കീഴടക്കിയ പന്തളക്കാരന്റെ പേരാണ് ഷെയ്ഖ് ഹസൻ ഖാൻ. ഷെയ്ഖ് ഹസൻ ഖാൻ പറഞ്ഞ എന്റെ ആത്മവിശ്വാസം കൊണ്ട് മാത്രമാണ് എവറസ്റ്റ് കീഴടക്കിയത്. എന്താ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ എവറസ്റ്റിന്റെ നെറുകയിലോട്ട് കയറാൻ ഒരു 500 അടി അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ മഞ്ഞളർന്ന് ഓക്സിജൻ തീർന്നുപോയി. പുള്ളി താഴോട്ട് വീണു. താഴോട്ട് വീണ് എങ്ങും പിടിച്ചു നിൽക്കാനൊക്കെ മരണം ഉറപ്പിച്ചു. അപ്പൊ എവിടെയോ ഒരു പിടി കിട്ടി, ഒരു കയ്യിൽ പിടി. പതിറ്റാണ്ടുകൾക്ക് മുമ്പ് മരിച്ചുപോയ ആരുടെയോ കയ്യായിരുന്നു. എവറസ്റ്റ് വീണ് മരിച്ചാൽ ഒരു ഗുണമെന്ന് പറഞ്ഞാൽ 200 വർഷം കഴിഞ്ഞാലും 300 വർഷം കഴിഞ്ഞാലും അവിടെ തന്നെ കിടക്കും. എവറസ്റ്റ് കീഴടക്കിയത് ആരാ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാവരും പറയും ആരാ? ടെൻസിംഗും ഹിലാരി. പക്ഷെ അതിനു മുമ്പേ ഒരാൾ കീഴടക്കിയെന്ന് പറയപ്പെടുന്നു. ആരാന്നറിയോ? 1924 ജോർജ് മല്ലോറി. പക്ഷെ പ്രശ്നം എന്താ വെച്ചാൽ 600 കിലോമീറ്റർ അപ്പുറത്ത് എങ്ങോട്ട് പോയെന്നറിയില്ല. ഈ 1999 മല്ലോറിയുടെ ശവശരീരം കിട്ടിയത്. എവറസ്റ്റിന്റെ 1924 മറ്റേ 1953 ടെൻസിംഗ് ഹിലാരി എവറസ്റ്റ് കീഴടക്കിയത് മെയ് മാസം 29. പക്ഷെ ഇത് 1924 തന്നെ എവറസ്റ്റ് കീഴടക്കിയോ ഇല്ലയോ എന്നറിയില്ല. അതിന്റെ 500 അടി താഴെയായിട്ട് ഈ മല്ലോറിയുടെ ഡെഡ് ബോഡി 1999 കണ്ടുകിട്ടി. ഒരുപക്ഷെ കീഴടക്കിയിട്ട് തിരിച്ചു വരുമ്പോഴായിരിക്കാം മരിച്ചത്. പക്ഷേ ചരിത്രത്തിൽ രേഖപ്പെടുത്താതെ പോയ അങ്ങനെ അനേകം മനുഷ്യരുണ്ട് എവറസ്റ്റിന്റെ താഴെ അവരുടെ എല്ലാം ശരീരം കിട്ടാറുണ്ട്. അപ്പൊ അദ്ദേഹം എവറസ്റ്റ് കീഴടക്കുന്നതിന്റെ എന്താ കാരണം എന്ന് ചോദിച്ചാൽ അദ്ദേഹം പറഞ്ഞു നിങ്ങളെപ്പോലെ തന്നെ കൈയുണ്ട് കാലുണ്ട്, പക്ഷെ എന്റെ ആത്മവിശ്വാസമാണ്, ഞാൻ എവറസ്റ്റ് കീഴടക്കും എന്നുള്ള ആത്മവിശ്വാസമാണ്. അപ്പൊ ജീവൻ പോയാൽ പോട്ടെ, ആത്മവിശ്വാസമാണ്. അപ്പൊ കോൺഫിഡൻസ് ആണ് ലോകത്തെ എല്ലാവരെയും വിജയിപ്പിക്കുന്നത്. അപ്പൊ ഇവിടെ നമ്മള് ചുമ്മാ ശാന്തമീ രാത്രി ഞാൻ പറയുന്നത് ഇങ്ങനെ 4 സ്റ്റെപ്പ് വെക്കാൻ പറഞ്ഞിട്ട് ആരും റെഡിയല്ലെന്ന് പറഞ്ഞാൽ എന്താണ് ചെയ്ത്? അതിലൊന്നും പഠിക്കേണ്ട കാര്യമില്ല. ഒബാമ 1960 ജനിച്ച ആളാണ്. മോഹൻലാൽ ഒബാമ 1960 ജനിച്ച ആളാണ്. മോഹൻലാൽ 1960 ജനിച്ച ആളാണ്. മോഹൻലാലിന്റെ പ്രായം എത്രയായി? മമ്മൂട്ടി 1951 സെപ്റ്റംബർ 7 ജനിച്ച ആളാണ്. ഇപ്പൊ വയസ്സ് എത്രയായി മമ്മൂട്ടിക്ക്? എത്രയായി? 75 വയസ്സാണ്. മമ്മൂട്ടി ഇപ്പോഴും കൊച്ചു പെൺപിള്ളാരോട് ഒന്ന് ഡാൻസ് ഒക്കെ ചെയ്യുന്നു. ആത്മവിശ്വാസം അല്ലേ? 75 വയസ്സുള്ള ആൾ ഇങ്ങനെ കൊച്ചു പിള്ളേരോട് അഭിനയിക്കാൻ പോവുമോ? ആത്മവിശ്വാസമാണ്. പുലിമുരുകൻ സിനിമയുടെ ഷൂട്ട് ചെയ്തപ്പോൾ മോഹൻലാൽ ഇങ്ങനെ ചാടുന്നു ഓടുന്നു. മോഹൻലാലിന്റെ ഭാര്യ അവിടെ നിന്നുകൊണ്ട് പേടിച്ച് ഇതൊക്കെയോ പറയുന്നത്. അയ്യോ സൂക്ഷിക്കണേ സൂക്ഷിക്കണേ എന്ന് ഓരോ ഇന്റർവെല്ലിൽ വരുമ്പോൾ പറയുന്നുണ്ട്. പഴയ പോലെ അല്ലേ? എന്നുവെച്ചാൽ അത്ര ഡേഞ്ചറസ് ഷൂട്ടാണ്. പീറ്റർ ഹെയ്നാണ് സ്റ്റണ്ട് സംവിധാനം ചെയ്തത്. പക്ഷെ മോഹൻലാൽ ചാടുന്നതും ഒക്കെ കണ്ടാൽ ഒരു 18 വയസ്സുള്ളവർ ചാടുന്ന രീതിയിലാണ് ചാടുന്നത്. അതിന്റെ പേരാണ് ആത്മവിശ്വാസം. അപ്പൊ ഈ ആത്മവിശ്വാസം ഇതെല്ലാം കൂടെ ചേർന്ന് വരുമ്പോൾ നമുക്ക് മെമ്മറി നന്നായിട്ട് കൂടും. ആരാണ് വരുന്നത്? നിങ്ങളിങ്ങനെ ഉറങ്ങിയിരുന്ന എങ്ങനെ നോക്കുന്നേ? റെഡിയായിരുന്നേ, ഒന്ന് റെഡിയായിരുന്നേ. നിങ്ങളത് കൈയടിച്ചേ നന്നായിട്ട്. കൈ അടിക്കണ്ട, കൈക്ക് കൈ മുട്ടാതെ ഇങ്ങനെ ആക്കി. അങ്ങനെ ഒരു 50 തവണ പെട്ടെന്ന്. അത് നല്ലൊരു ബ്രെയിൻ എക്സസൈസ് ആകട്ടോ. നല്ലൊരു രസമില്ലേ? ഉറക്കമെല്ലാം പോകുന്നില്ലേ? അല്ലേ? ഉറക്കമെല്ലാം പോയില്ലേ? ഉറക്കം പോകാനുള്ള നല്ല എക്സസൈസ് ആകട്ടോ. ഓക്കെ, ശരിയല്ലേ? എന്തോ ഒരു ഫീൽ തോന്നുന്നില്ല അല്ലേ? കൈ ഒരിക്കലും തൊടിക്കരുത്. കൈ തൊടിക്കാതെ കണ്ടിന്യൂസ് ആയിട്ട് 50 തവണ. നമുക്ക് അത് അന്നേരം ഒരു മനസ്സിനും ഹൃദയത്തിനും ഒക്കെ ഒരു ശുദ്ധി കിട്ടുന്നത് നമുക്ക് തോന്നും അല്ലേ? ഇല്ലേ? അതാണ് എപ്പോഴും പറയുന്നത് കൈ അടിക്കുന്നതുകൊണ്ട് പല ഗുണങ്ങളുണ്ട്. ശരിക്കും പറയാം കൈയടിക്കാന്ന് പറഞ്ഞാൽ ഇൻസ്പയർ ചെയ്യുകയാണ്. നമ്മുടെ നാട്ടിലെ ഒരു പ്രശ്നം എന്താ പറയുക? ശരി, ഓക്കെ, എല്ലാവരും ഓക്കെ. നമ്മുടെ നാട്ടിലുള്ള ഒരു പ്രശ്നം എന്താ പറയുക? ഇൻസ്പയർ ചെയ്യാൻ ആളുകളില്ല. നമ്മുടെ നാട്ടിലുള്ള ആളുകളുടെ പ്രശ്നം എന്താ ചെയ്താല് നമ്മൾ ഹിപ്പോക്രറ്റുകളാണ്. ഇപ്പൊ ഓണത്തിന് നല്ലൊരു സാരി എടുത്തോണ്ട് ഞങ്ങളുടെ വീടിന്റെ അയൽവാസി ലേഡി പുറത്തോട്ട് ഇറങ്ങുകയാണ്. അപ്പൊ ചേച്ചി എങ്ങനെയുണ്ട് എന്റെ സാരി? ഹസ്ബൻഡ് വാങ്ങിച്ചു തന്നാ?
ഗംഭീരമായിരിക്കുന്നത്. എവിടുന്ന് വാങ്ങിച്ചാൽ ഈ കടയുടെ പേരൊന്നും പറയടി. ഓ എനിക്കൂടെ ഒന്ന് വാങ്ങിക്കാനാ. അത് കഴിഞ്ഞ് അദ്ദേഹം അവരെ കാരക്കരയിലോട്ട് പോയി കഴിഞ്ഞപ്പോൾ എന്റെ അപ്പുറത്തെ വീട്ടിലെ ലേഡി പറയും, ഇവർക്ക് എവിടുന്ന് കിട്ടിയ ഈ സാരി, സോ എന്തോ കൊള്ളാം. പിന്നെ ഞാനങ്ങനെ മുഖത്ത് നോക്കി പറയുന്നത് അതുകൊണ്ട് പറഞ്ഞതേ ഉള്ളൂ. ഇതാണ് നമ്മൾ കാണുമ്പോൾ പറയുന്നതല്ല, വല്ലാത്തൊരു കപടനാട്യം. ഈ കപടനാട്യം മലയാളിക്ക് വളരെ കൂടുതലാണ്. അപ്പൊ ഈ കപടനാട്യം നമുക്ക് പാടില്ല, നമുക്ക് ഇൻസ്പയർ ചെയ്യാം. അപ്പൊ നല്ലൊരു കഴിവ് നിങ്ങൾ ആരും മോശക്കാറില്ല, നല്ലൊരു ബൈബിളിൽ തന്നെ ഞാനൊരു ചോദ്യം ചോദിക്കാം. Voice of your brother's blood cries out to me from the ground. എവിടെയായിരുന്നു വായിച്ചത്? ഇംഗ്ലീഷ് ബൈബിൾ വായിച്ചവരുണ്ടെങ്കിൽ അറിയാം. Voice of your brother's blood cries out to me from the ground. നല്ലൊരു കഴിവല്ലേ? ആരോട് പറഞ്ഞു? ദൈവം. ഓ നല്ലൊരു കഴിവല്ലേ? കെയിനോട് പറഞ്ഞു, നിന്റെ സഹോദരന്റെ രക്തത്തിന്റെ ശബ്ദം നിലവിളിയായി എന്നിലേക്ക് എത്തുന്നു. നിന്റെ സഹോദരന്റെ രക്തത്തിന്റെ ശബ്ദം നിലവിളിയായി എന്നിലേക്ക് എത്തുന്നു. എന്തൊരു കാവ്യാത്മകമായ വാക്കുകളാണ് അല്ലെ? അതുപോലെ എത്ര കാവ്യാത്മകമായ കാര്യമാണ്. ജോൺ ചാപ്റ്റർ 5 ആണോ 7 ആണോ? ചാപ്റ്റർ 9 5-ാം വാക്യം, 9-ാം അധ്യായം 5-ാം വാക്യം. ജീസസ് ക്രൈസ്റ്റ് പറയുന്നു, as long as I am the world, I am the light of the world. അല്ലേ? ഞാൻ ഈ ലോകത്തിന്റെ പ്രകാശമായിരിക്കും. ഞാൻ ഈ ഭൂലോകത്തുള്ളിടത്തോളം കാലം ലോകത്തിന്റെ പ്രകാശമായിരിക്കും. 9-ാം അധ്യായം 5-ാം വാക്യമല്ലേ? ആണോ? എന്റെ മെമ്മറിയിൽ എങ്ങനെയാണെന്ന് തോന്നുന്നു. 9-ാം അല്ലേ? ചാപ്റ്റർ 9 ആണ്. ചാപ്റ്റർ 9. അപ്പോ ഇനി ഒരു ബൈബിളുമായിട്ട് ബന്ധപ്പെടുത്തി നിങ്ങളുടെ ഓർമ്മ പരിശോധിച്ച് ഒരു ചോദ്യം ചോദിക്കാം. നോഹയ്ക്ക് എത്ര മക്കളല്ല? എത്ര? 2 അല്ല. ഒരു നല്ല സമ്മാനം വാങ്ങിച്ചോണ്ട് പോയില്ലേ? ഈ 3 പേരെ പേര് പറയാൻ അറിയാവുന്ന ആളുകളുടെ സമ്മാനം. വരും കറക്റ്റാണ്. സെയിം ഹാം ജോഫോ. നല്ലൊരു പേര് കൊടുത്തേ. എന്റെ ചോദ്യം അടുത്ത ആളുകളോടാണ്. ഈ സമ്മാനം കൊടുത്തതിന് ശേഷം വേറെ ആൾക്കുള്ള സമ്മാനമുണ്ട്. ഷേം സ്ഥാപിച്ചതായിട്ട് പറയുന്ന ഒരു നഗരം ഒരു രാജ്യത്തിന്റെ തലസ്ഥാന നഗരമാണ്. ബൈബിളിൽ പറയുന്നു അവിടെ എന്നും ബോംബും പ്രശ്നങ്ങളുമാണ്. ഇനി എന്തൊരു സിനിമ കണ്ടവർക്കറിയാം, അതിനകത്തെ രജനീകാന്തിന്റെ നായികയായിട്ട് ഐശ്വര്യ അഭിനയിക്കുന്നു. ഐശ്വര്യയുടെ കഥാപാത്രത്തിന്റെ പേര് തന്നെയാണ്. ഏത് നഗരമാണ്? പലസ്തീൻ അല്ല, ബൈബിളിൽ പരാമർശിക്കുന്ന നഗരമാണ്. ഷേം സ്ഥാപിച്ച നഗരം. അച്ഛന്മാർക്ക് അറിയില്ല. എപ്പോഴും അവിടുത്തെ കലാപം 10 പേര് മരിച്ചു, 5 പേര് മരിച്ചു. ഇപ്പൊ കുറച്ചു നാളായിട്ട് അവൾ കേൾക്കുന്നത്. ആ രാജ്യത്തിന്റെ പേര് പറയാൻ ഒരു പ്രയാസവും ഇല്ല. ഹിന്ദു പുരാണത്തിൽ ഒരാള് പോത്തിന്റെ പുറത്ത് കയറി വരുന്ന ഒരാളുണ്ട്. അദ്ദേഹത്തെ പച്ച മലയാളത്തിൽ കാലെന്ന് പറയും. പക്ഷെ ഹിന്ദുക്കൾ വേറൊരു പേരാ പറയുന്നത്. എന്തോ യമൻ. യമന്റെ തലസ്ഥാനം ഏതാ? യമന്റെ തലസ്ഥാനം ഏതാ? അവിടെ ആരോ പറഞ്ഞു യമന്റെ തലസ്ഥാനം അല്ല, യമന്റെ തലസ്ഥാനം. നല്ലൊരു കൈ കൊടുത്തേ. അതാ ഇവിടെ സാറും എല്ലാ ഉത്തരം അവിടെ പറഞ്ഞല്ലേ? ചേച്ചി വന്നിട്ട് അവിടെ ഉത്തരം കൊടുത്തു. പറഞ്ഞവരെല്ലാം എല്ലാവർക്കും സമ്മാനമാണ്. എല്ലാവർക്കും സമ്മാനം. ആർക്കാ കൊടുക്കാനുള്ള സമ്മാനം? എല്ലാരും ഉത്തരവെന്ന് പറയണേ. ഉത്തരം എന്തായിരുന്നു? സന. യമന്റെ തലസ്ഥാനമായ സനയാണ് നോഹയുടെ മകൻ സ്ഥാപിച്ചതായിട്ട് പറയുന്ന മഹാനഗരം. സന യമന്റെ തലസ്ഥാനമാണ്. വേറെ ഇവിടെ ആരായിരുന്നു സന കിട്ടിയായിരുന്നു സമ്മാനം? വേറെ ആർക്കാണ് ഇവിടെ ഉത്തരം പറഞ്ഞ ഈ സമ്മാനം കിട്ടാത്ത ആരെങ്കിലും ഉണ്ടോ? അന്നില്ല. അത് ഉറക്കം പറയണ്ടേ? നല്ലൊരു കൈ കൊടുത്തേ. സാധാരണ നമ്മുടെ മെമ്മറിയുമായിട്ട് ബന്ധപ്പെടുത്തിയ പ്രോഗ്രാം നടക്കുന്നതിനിടയിൽ ഒരു ബോർഡൊക്കെ വെച്ചെങ്കിൽ, ബോർഡല്ല നമ്മുടെ ഒരു സ്ക്രീൻ ഒക്കെ വെച്ചിട്ട് നമ്മൾ പറയുന്നത് ഗൂഗിളിൽ സെർച്ച് ചെയ്തെങ്കിൽ നമുക്ക് കറക്റ്റ് ചെയ്യാനൊക്കെ ഉള്ളൂ. പ്രൊജക്ഷൻ ഉണ്ടായിരുന്നെങ്കിൽ അത് കുറെ കൂടെ ചെയ്യാമായിരുന്നു. ഇപ്പോ ആരാണ് പാട്ട് പാടുന്നത്? ഇവിടെ വന്നൊരു പാട്ട് പാടാൻ
ഓണപരിപാടി ചെയ്തിട്ടിപ്പോ അച്ഛൻ പറഞ്ഞു ഏറ്റവും മനോഹരമായ ഒരു പാട്ടുണ്ട്, പിന്നെ ശ്രീകുമാരൻ തമ്പി സാർ എഴുതിയതാണ്, അതങ്ങോട്ട് ഇടുന്നു പറഞ്ഞു. അപ്പൊ ഏത് പാട്ടാന്ന് ഓർമ്മയുണ്ടോ? ശ്രീകുമാരൻ തമ്പി സാർ എഴുതിയ ഏറ്റവും മനോഹരമായ ഓണപ്പാട്ട്. ഉത്ര വരും വരും. ഞാനാ പറഞ്ഞത് നല്ല കേടി, നല്ല കേടി. നല്ല കൈയടിക്കാൻ എന്താ പണി? നല്ല കേടി. അദ്ദേഹത്തെ വരയ്ക്കാൻ ഓർമ്മ എന്ത് പെട്ടെന്ന് വരയ്ക്കാമായിരുന്നു. പിന്നെ അടിപൊളിയായിട്ട് വരയ്ക്കാറ്. ഉത്രാട പൂന്നിലാവേ വാ. ഇപ്പൊ ഈ ന്യൂ ജനറേഷന്റെ പ്രശ്നം എന്താ പറയുക? അതങ്ങോട്ട് അച്ഛൻ ഇടുകയും ആരാണ്ട് ചെറുപ്പക്കാരുടെ ചെന്നിട്ട് മൈക്രോപ്രേറ്റർ ആര് പറഞ്ഞു ഇത് ഇടാൻ? നമ്മുടെ പാട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് പപ്പടം മൂട്, സദ്യമുണ്ട്, കേട്ടോ? പാട്ട് കേട്ടോ? ഓണം മൂട് കേട്ടായിരുന്നോ? ആ പാട്ടങ്ങോട്ട് ഇട്ടു. അപ്പൊ അച്ഛൻ ദേഷ്യപ്പെട്ടിട്ട് പറയാം ഒലക്കേളം മൂട് എന്ന് പറഞ്ഞിട്ട് ബുക്ക് എടുത്ത് ഒരടി അടിച്ചിട്ട അച്ഛൻ ഇറങ്ങി പോയി. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണിപ്പോ വീടുകളിലെല്ലാം സംഭവിക്കുന്ന ഒരു പ്രശ്നം. എന്ന് വെച്ചാൽ നമുക്ക് ഇഷ്ടമുള്ളതൊന്നും അവർക്ക് ഇഷ്ടമല്ല. 50 വയസ്സിന് മുകളിലുള്ളവർ വേറൊരു ലോകത്തും 50 വയസ്സ് അല്ലെ പ്രത്യേകിച്ച് 25 വയസ്സിൽ താഴെയുള്ളവർ വേറൊരു ലോകത്താണ്. അവരോട് ചെന്നിട്ട് നമുക്ക് അപ്പൂപ്പ കഥ അമ്മൂമ്മ കഥ എന്ന് പറയാനൊക്കത്തില്ല. രണ്ട് ഭയങ്കര ഏജ് ഗ്യാപ്പാണ്. എന്തെന്ന് വെച്ചാൽ അവര് ഐഫോണിന്റെയും ഇന്റർനെറ്റിന്റെയും ലോകത്ത് ജീവിക്കുന്നവരാണ്. അവര് റീലി ജീവിക്കുന്നവരാണ്. നമ്മളുടെ കാര്യം എന്താണെന്ന് വെച്ചാൽ 50 വയസ്സിന് മേളിലുള്ള എല്ലാവരും റിയാലിറ്റി ജീവിക്കുന്നവരാണ്. മറ്റവർ ജീവിക്കുന്നത് വെർച്വൽ റിയാലിറ്റിയിലാണ്. നമ്മൾ പറയുന്നതൊന്നും അവർക്ക് മനസ്സിലാകത്തില്ല, അവർ പറയുന്നതൊന്നും നമുക്ക് മനസ്സിലാകത്തില്ല. നമ്മൾ അവരും തമ്മിലുള്ള ഗ്യാപ്പ് ശരിക്കും നമ്മളും അവരും തമ്മിൽ രണ്ടായിട്ട് വേർതിരിക്കുകയും നമ്മുടെ ചിന്തകളെ അല്ല അവർക്ക്, നമ്മുടെ ടേസ്റ്റേ അല്ല അവർക്ക്. അപ്പൊ ഇങ്ങനൊരു തലമുറ വന്നിരിക്കും. സംശയം ഉണ്ടെങ്കിൽ ഇന്ന് നിങ്ങൾ വീട്ടിൽ പോയിട്ട് നമ്മുടെ കൊച്ചുമക്കളോട് ചോദിക്കണം. EK നായനാർ എന്ന് കേട്ടിട്ടുണ്ട്, K കരുണാകരൻ എന്ന് കേട്ടിട്ടുണ്ട്, ചോദിക്കൂ. K കരുണാകരൻ എന്ന് കേട്ടിട്ടുണ്ടോ? ഇന്ദിരാഗാന്ധി എന്ന് കേട്ടിട്ടുണ്ടോ? ഇങ്ങനെ ഒരു നരസിംഹറാവു എന്ന് കേട്ടിട്ടുണ്ടോ? അടൽ ബിഹാരി വാജ്പേയി എന്ന് കേട്ടിട്ടുണ്ടോ? ഇങ്ങനെ ഒരു 10 പ്രധാനമന്ത്രിമാരെ ഒരാളെങ്കിലും പേര് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവനൊരു 100 രൂപ എടുത്ത് കൊടുക്കണം. നിങ്ങളുടെ 100 രൂപ പോകത്തില്ലെന്ന് ഞാൻ ഗ്യാരണ്ടി തരാം. കാര്യം ഞാൻ ഇന്നലെ ഒരു എഞ്ചിനീയറിംഗ് കോളേജിൽ മിനിയാണ് 3000-ഓളം കുട്ടികൾ പഠിക്കുന്ന ഒരു എഞ്ചിനീയറിംഗ് കോളേജ് പ്രോഗ്രാമിൽ ഞാൻ അവിടെ ചെന്നത് ഒരു കൊടയാണ് എനിക്ക് സ്പോൺസർ കോളേജ് ഞാൻ പേര് പറയുന്നില്ല, അച്ഛന്മാര് തന്നെയാണ് ആ കോളേജ് നിയന്ത്രിക്കുന്നത്. കൊടകളായിരുന്നു സ്പോൺസർഷിപ്പായിട്ട് 500 രൂപയുടെ കൊടകൾ നിരത്തി വെച്ചിരിക്കുക. എന്തോ ചോദിച്ചോ നല്ല ഉത്തരം എന്ത് ചോദ്യം ചോദിക്കാറുണ്ട്. അപ്പൊ ഞാൻ ഇങ്ങോട്ട് വന്ന പത്രത്തിലാണ് ഫ്രണ്ട് പേജില് സണ്ണി ജോസഫ് KPC പ്രസിഡന്റ് സണ്ണി മാഷിനെ അറിയാവുന്ന ഒരു ഓടി വരാം. അപ്പൊ ഒരാൾ ഓടി വന്നിട്ട് പറഞ്ഞു ഗോവിന്ദ മാഷ് ഏത് ഫീൽഡാന്ന് ചോദിച്ചാൽ പറയാം സിനിമയിലല്ലോ. അപ്പൊ ഞാൻ എന്തുവാ നായകനായിട്ടാണോ എന്തുവാ അല്ല വില്ലനായിട്ടാണ്. അപ്പോ യാതൊരു തരത്തിലും പത്രം വായിക്കാത്ത ജനറൽ അവയർനെസ് ഇല്ലാത്ത ഒരു തലമുറ വളർന്നു വരുന്നു. പക്ഷെ അവർക്കറിയാവുന്ന നമുക്കറിയത്തില്ല, നമുക്കറിയാവുന്ന അവർക്കും അറിയില്ല. ഈ മൊബൈൽ ഫോൺ അങ്ങോട്ട് കൈ കൊടുത്താൽ ഇതിന്റെ സകല ട്രിക്കും അവർക്കറിയാം, പക്ഷെ നമുക്കൊന്നും അറിയത്തില്ല. പക്ഷെ നമുക്കറിയാവുന്നതും ഉള്ള വിജ്ഞാനം അവർക്കില്ലതാണ്. ഇത് കാരണം വലിയ ഏറ്റുമുട്ടലാണ് വീടുകളിൽ നടക്കുന്നത്. വീടുകളിൽ ഏറ്റവും വലിയ ഫലസ്തീനിലെ പ്രശ്നത്തെക്കാളും വലിയ പ്രശ്നം നടക്കുന്നത് ഇപ്പോൾ എന്തുവാണ്? മൊബൈൽ ഫോണുമായിട്ട് ബന്ധപ്പെട്ട് കലാപമാണ്. ഇപ്പൊ നിങ്ങളെല്ലാം നന്ദിയുള്ളവരാണോ? നിങ്ങളുടെ ഓർമ്മയെന്ന് ടെസ്റ്റ് ചെയ്തുകൊണ്ട് നന്ദിയുള്ളവരാണോ? നന്ദിയുള്ളവരെന്ന് കൈയർത്തി കൈ താഴെയിട്ട്. പിന്നെ നന്ദിയുള്ളവരാണെങ്കിൽ മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നവരെന്ന് കൈയർത്തി. മൊബൈൽ ഫോൺ എല്ലാവരും ഉപയോഗിക്കുന്നത്. നന്ദിയുള്ളവരാണെങ്കിൽ മൊബൈൽ ഫോൺ കണ്ടുപിടിച്ചത് ആരാ? ഇത്രയും നമ്മൾ ഇത് മൊബൈൽ ഫോൺ ഇല്ലാതെ ഒരാൾ എന്നോട് പറഞ്ഞ ഭാര്യയെ നീ പോയാലും എനിക്ക് പുല്ലുമില്ല, മൊബൈൽ ഫോൺ ഉണ്ട് എനിക്കൊരു പ്രശ്നമില്ല. ഈ രീതിയിൽ മൊബൈൽ ഫോൺ ഉണ്ട് എല്ലാ എന്റർടൈൻമെന്റുമായെന്നുള്ള അവസ്ഥയായി. അപ്പോ മൊബൈൽ ഫോൺ കണ്ടുപിടിച്ച ആരാന്ന് പക്ഷെ നമുക്ക് ആരും ചിന്തയില്ല. ആരാ കണ്ടുപിടിച്ചത്? ഇന്ന് വരെ ചിന്തിച്ചു വന്നു. എപ്പോഴും ഞാൻ ഈ പറയാൻ വന്നതല്ല, ഓർമ്മ കൂടണമെങ്കിൽ എന്ത് ചെയ്യണം? മനനം ചെയ്യണം. എന്ത് ചെയ്യണം? ചിന്തിക്കണം. മനനം ചെയ്ത ഒരാളുടെ പേര് പറയട്ടെ. അദ്ദേഹം ക്രിസ്മസ് ദിനത്തിലാണ് ജനിച്ചത്. 1400-കളിലാണ് ജനിച്ചത്. ആരായിരിക്കും? തലയിലോട്ട് ആപ്പിൾ വീണു. അപ്പൊ അദ്ദേഹം എന്തോ പറഞ്ഞു, യോ ആപ്പിൾ വീണേന്നല്ല പറഞ്ഞത്, എടാ ഇതെങ്ങനെ താഴോട്ട് വീണു, ഇതെന്തോട്ട് മേപ്പോട്ട് പോയില്ല. അദ്ദേഹം ഐസക് ന്യൂട്ടൻ മനനം ചെയ്തു. ശരിയല്ലേ? നമ്മൾ ഇത്രയും കാലം മൊബൈൽ ഫോൺ എടുത്തു വെച്ചുകൊണ്ട് നടന്നിട്ടും ആലോചിച്ചില്ല ഈ നാട്ടിലുള്ള സകല പ്രശ്നത്തിന് കാരണം ഇതാ. ഇത് ഏതോടാ കണ്ടുപിടിച്ചത്? ഇന്ന് വരെ നമ്മൾ ആരെങ്കിലും ചിന്തിച്ചോ? നമ്മൾ ഈ പേന ഇത്രയും ബോൾ പെൻ കൊടുത്തു. ഈ ബോൾ പെൻ കൊണ്ടാണ് നമ്മൾ എഴുതുന്നത്. എത്ര പരീക്ഷ എഴുതിയതാണ്. പരീക്ഷ ഞാൻ പറഞ്ഞത് ഈ പരീക്ഷ എഴുതിയവരാണ് നിങ്ങളെല്ലാവരും. ജീവിതത്തിൽ ഇന്ന് വരെ ചിന്തിച്ചോ പരീക്ഷ കണ്ടുപിടിച്ച വിദ്വാന്റെ പേരെന്തോ? ആരാ പരീക്ഷ കണ്ടുപിടിച്ചേ?
പറഞ്ഞ് ഇങ്ങനെ മനനം ചെയ്യണം. ഇന്ന് വരെ നിങ്ങൾ ചിന്തിച്ചിട്ടോ? സാധാരണ പരീക്ഷയുണ്ട്, പക്ഷെ നല്ലൊരു കേട്ടത് ആ നല്ല ക്രിയേറ്റീവായ ഉത്തരം പറഞ്ഞാണ് നല്ലൊരു കേട്ടു. വരും. സാത്താന്റെ പരീക്ഷ ശരിയാണ്. ബൈബിളിൽ സാത്താന്റെ പരീക്ഷ അച്ഛൻ പറഞ്ഞു അല്ലേ? അച്ഛൻ ഒരു പേര. പക്ഷേ യഥാർത്ഥമായും എഴുത്ത് പരീക്ഷ മറ്റേ വേറെ പരീക്ഷണമാണ്. എഴുത്ത് പരീക്ഷ കണ്ടുപിടിച്ച ആളുടെ പേരെന്തോ അറിയോ? എന്തോ? ഹെൻറി ഫിഷർ. നമ്മൾ എന്തുമാത്രം ഓക്സിജനാണ് വലിച്ചു കയറ്റുന്നത്. ഇന്ന് വരെ ഈ ഓക്സിജൻ എന്ന് പറഞ്ഞ സാധനം കണ്ടുപിടിച്ചത് ആരാണ് ഇന്ന് വരെ ചിന്തിച്ചിട്ടുണ്ടോ? ആളുടെ പേര് ഓർത്തിട്ടുണ്ടോ? ചുമ്മാ ഇരിക്കുമ്പോ ഇങ്ങനെയൊക്കെ ഓർക്കണമെന്ന്. ഓക്സിജൻ ആരാ? ജോസഫ് പ്രീസ്ലി. നമ്മൾ ഇത്രയും കാലം ഇങ്ങനെ ഇരുന്നിട്ട് ചിലതൊക്കെ ഓർത്തിട്ടുണ്ട്. ഈ ബൾബ് കണ്ടുപിടിച്ച ആളുടെ പേരെന്തോ? പെട്ടെന്ന് പറയും. എഡിസൺ. ടി വി കണ്ടുപിടിച്ച ആളുടെ പേരെന്തോ? ജോണൽ ബേഡ്. ഇനി ബോൾ പെൻ കൊണ്ട് എഴുതുന്നു. ഈ ബോൾ പെൻ കണ്ടുപിടിച്ച ആളുടെ പേരെന്തോ? എന്തോ? ഇന്ന് വരെ ചിന്തിച്ചിട്ടുണ്ടോ? ലെസ്ലോ ബൈറോ. അപ്പൊ നമ്മൾ എന്ത് കാര്യം കാണുമ്പോഴും അതിനെക്കുറിച്ച് ഒന്ന് ചിന്തിക്കണം. ആ ചിന്തനയെല്ലാം നമ്മുടെ ബ്രെയിനെ ഉണർത്തിയാണ്. ഞാൻ ആദ്യം പറഞ്ഞില്ലേ, നിങ്ങൾ വീട്ടിലിരിക്കുമ്പോൾ വെറുതെ രണ്ട് കൈ കൊണ്ടിരിക്കാൻ നിങ്ങൾ കുത്തി വരച്ചു നോക്കണം. രണ്ട് കൈയിൽ പേന പിടിച്ചിട്ട് വെറുതെ കുത്തി വരയ്ക്കണം. സിമ്പിൾ ഒരു കാര്യമാണ്. ഡബിൾ ഡൂഡ്ലിംഗ് എന്ന് പറയുന്നത്. ബ്രെയിൻ രണ്ട് ഭാഗമാണ്. ഈ രണ്ട് ഭാഗവും ഉണരും. അതുപോലെ നല്ല നർമ്മം ഓർത്തിട്ട് ചിരിക്കാൻ ശ്രമിക്കണം. നല്ല നർമ്മങ്ങൾ ഓർത്ത് ചിരിക്കാൻ ശ്രമിക്കണം. അതും ബ്രെയിനെ ഏറ്റവും ഹാപ്പി മൂഡാകും. ഓണം മൂഡ് എന്ന് പറഞ്ഞാൽ ഹാപ്പി മൂഡാണ്. ക്രിസ്മസ് മൂഡ് എന്ന് പറഞ്ഞാൽ പറഞ്ഞേ എന്ത് മൂഡാണ്? ഓണം മൂഡ്. നിങ്ങൾ പറയണം ഹാപ്പി മൂഡ്. ഓണം മൂഡ് ഹാപ്പി മൂഡ്. ക്രിസ്മസ് മൂഡ്, ന്യൂ ഇയർ മൂഡ്, ഹാപ്പി മൂഡ്. ശബ്ദമില്ലല്ലോ. ഉറക്കം പറഞ്ഞു. ഇവിടെ മൊത്തം കേൾക്കണം, പള്ളി മൊത്തം കേൾക്കണം. ഓണം മൂഡ് ഹാപ്പി മൂഡ്. ഓണം മൂഡ് ക്രിസ്മസ് മൂഡ്, ന്യൂ ഇയർ മൂഡ്, ഹാപ്പി മൂഡ് അല്ലേ? ഓക്കെ. അപ്പൊ നമ്മളൊരു ഹാപ്പി മൂഡ്, ഹാപ്പിനെസ് എന്ന് പറയുന്നതാണ് ഏറ്റവും പ്രധാനമായ കാര്യം. അപ്പൊ ഹാപ്പിനെസ് ഉണ്ടാവുക. അപ്പൊ ആരാ ഒന്ന് പാട്ട് പാടുന്നത്? ഒരു ചേഞ്ച് ചെയ്തിട്ട് പാട്ട് പാടുന്ന ആരാണ്? എല്ലാവരും പാട്ട് പാടും. പുഷ്പമാൻ പാട്ട് പാടുമോ? ആരാ പാടുന്നത്? ആര്? എന്തെങ്കിലും ഒരു പാട്ട്. യഹൂദിയയിലെ ഒരു ഗ്രാമത്തിൽ ഏതോ യഹൂദിയയിലാണ്. ആ യഹൂദിയയിലെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഒരു ധനുമാസത്തിൽ കുളിരിൻ രാവിലെ, ഈ ധനുമാസത്തിലെ കുളിരിൻ രാവിലെ തന്നെയാണ് ഞാനും ജനിച്ചത്. ക്രിസ്തു ജനിച്ച് 5 ദിവസം കഴിഞ്ഞാൽ ഞാനും ജനിച്ചത്. 5 ദിവസത്തിന്റെ വ്യത്യാസമേ ഉള്ളൂ ക്രിസ്മസ് ഞാനും. അപ്പൊ എന്തായിരിക്കും? ഇനി ഒരു ക്ലൂ കൂടെ തരാം. സദ്ദാം ഹുസൈനെ തൂക്കിലേറ്റിയത് ആ ദിവസമാണ്. ക്രിസ്മസ് കഴിഞ്ഞ 5 ദിവസം. ക്രിസ്മസ് ദിനത്തിൽ ജനിച്ച ആരുടെയെങ്കിലും പേര് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? നമ്മുടെ മുൻ പ്രധാനമന്ത്രി ക്രിസ്മസ് ദിനത്തിൽ ജനിച്ച ആളാണ്. ആ ഉത്തരം പറഞ്ഞു. നല്ലൊരു കൈ കൊടുത്തേ. അടൽ ബിഹാരി വാജ്പേയി 1920. നല്ലൊരു കൈയടി. എന്താണ് പേര്? മാത്യു. അദ്ദേഹത്തിന് നല്ലൊരു കൈ കൊടുത്തേ. പിന്നെ ക്രിസ്മസ് ദിനത്തിൽ അച്ഛനും പറഞ്ഞു. ക്രിസ്മസ് ദിനത്തിൽ അന്തരിച്ച ആളിന്റെ പേരെന്തോ? ഒരു പ്രധാനപ്പെട്ട ഒരാളുണ്ട്. ഒരു കാര്യം ഞാൻ പറയാം. ചിരിക്കാത്ത ഒരു ദിവസം, വേസ്റ്റ് ആയ ദിവസം എന്നാരാ പറഞ്ഞു. അതുപോലെ അദ്ദേഹം പറഞ്ഞു, എനിക്ക് മഴയത്തും കൂടി നടക്കാനാണ് ഇഷ്ടം. I always like walking in the rain, so no one can see me crying. എനിക്ക് എപ്പോഴും മഴയത്തു കൂടി നടക്കാനാണ് ഇഷ്ടം. എന്തുകൊണ്ടെന്നാൽ മഴ ഞാൻ കരയുന്നത് ആരും കാണില്ല. അത് പറഞ്ഞ ആരാ? അദ്ദേഹം ജനിച്ചത് 1889-ലാണ്. 1889-ലാണ് ഈ ഐഫൽ ഗോപുരം പണി പൂർത്തീകരിച്ചത്. 1889-ലാണ് ഫ്രഞ്ച് റവല്യൂഷൻ 100 വർഷമായത്. 1889-ലാണ് ജവഹർലാൽ നെഹ്റു ജനിച്ചത്. 1889-ലാണ് ചാർലി ചാപ്ലിൻ ജനിച്ചത്. 1889-ലാണ് RSS സ്ഥാപകനായ ഹെഗ്ഗേവർ ജനിച്ചത്. 1889-ലാണ് അഡോൾഫ് ഹിറ്റ്ലർ ജനിച്ചത്. 1889 ജനിച്ച ആരാണ്? ഇപ്പൊ ഇത്രയും പേർക്കിടയിൽ ഒരാളുടെ പേര് പറഞ്ഞു. ചാർലി ചാപ്ലിൻ അന്തരിച്ച ദിവസമാണ് ക്രിസ്മസ് ദിനം. എല്ലാവരോടും ഹാപ്പി ക്രിസ്മസ് പറഞ്ഞിട്ട് അദ്ദേഹം പോയി കിടന്നു. പിന്നെ എഴുന്നേറ്റില്ല. അതുപോലെ ഇന്ത്യയുടെ മുൻ പ്രസിഡന്റുമാര് തലപ്പാവ് വെച്ചൊരു പ്രസിഡന്റ് ഉണ്ടായിരുന്നു. ആരായിരുന്നു? ഒരു സിഖുകാരൻ പ്രസിഡന്റ്. ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? ഗ്യാനി എന്ന് പറഞ്ഞാൽ ജ്ഞാനി എന്നാണ്
ഗ്യാനി സെയിൽ സിംഗ്. ജയിലിൽ കിടന്ന ആളായത് സെയിൽ സിംഗ് ജയിൽ സിംഗ് എന്നായി. ഇതേവല്ലേ ഉത്തരം പറഞ്ഞത്? ആരാ ഉത്തരം പറഞ്ഞേ? ഒത്തിരി സമ്മാനം കിട്ടി. തരാടേക്ക് സമ്മാനം. ഗ്യാനി സെയിൽ സിംഗ്. ഗ്യാനി സെയിൽ സിംഗും ക്രിസ്മസ് ദിനത്തിൽ തന്നെ. അപ്പൊ പാട്ട് പാടാനുള്ള ആള് യഹൂദിയായിലെ പാടുക. പേര് പറഞ്ഞപ്പോ പേര് സജി. സജി കോശി സക്കറിയാണ് ഒഫീഷ്യൽ. നല്ലൊരു കയ്യിൽ കൊടുത്ത് നല്ലൊരു കയ്യിൽ. യഹൂദിയായിലെ ഒരു ഗ്രാമത്തിൽ ഒരു ധനുമാസത്തിൻ കുളിരും രാവിൽ രാപാർത്തിരുന്നു രജപാലകർ ദേവനാദം കേട്ടു മാമോദരാ. യഹൂദിയായിലെ ഒരു ഗ്രാമത്തിൽ ഒരു ധനുമാസത്തിൻ കുളിരും രാവിൽ രാപാർത്തിരുന്നു രജപാലക ദേവനാദം കേട്ടു ആമോദരായി. വർണ്ണരാജികൾ വിടരും രാവിൽ വെള്ളി മേഘങ്ങൾ ഒഴുകും രാവിൽ താരക രാജകുമാരിയോടൊത്തന്നു തിങ്കൾ കഥ പാടി ഗ്ലോറിയ. അന്നു തിങ്കൾ കഥ പാടി ഗ്ലോറിയ. ഇനി ഒരു കാര്യം കൂടെ. ഗംഭീര പാട്ടാണ്. ഈ പാട്ട് പാടുന്നവരെ നമ്മൾ ഇങ്ങനെ കൈയടിച്ചാൽ മതിയോ? മതിയോ? നല്ലതായിട്ട് കൈയടിക്കണം. എന്തുകൊണ്ടാണെന്നറിയോ? നമുക്ക് ഇന്ന് ഒരു 50 ലക്ഷം രൂപയുടെ ഒരാളെ ഡോക്ടറാക്കാം, ഒരു 10-15 ലക്ഷം രൂപയുടെ എഞ്ചിനീയർ ആക്കാം, എന്തും വേണേ ആക്കാം. പക്ഷേ ഞാനിപ്പോൾ വിചാരിക്കുക 2 കോടി രൂപ ഏതെങ്കിലും യൂണിവേഴ്സിറ്റിക്ക് കൊടുത്തേക്കാം, എന്നെ ഇതുപോലെ പാടാനുള്ള കഴിവുള്ള ആളാക്കണം വെച്ചാൽ ജമ്മത്ത് നടക്കുമോ? പൈസ കൊടുത്താലും ഒക്കെ തന്നെ, നമ്മൾ തലകുത്തി നിന്നാലും ഒക്കെ തന്നെ ഒക്കുമോ? അതാണ് ദൈവത്തിന്റെ നാവാണ്, ഗിഫ്റ്റാണ്. ശരിക്കും ദൈവം ഇങ്ങനെ ഈ പാട്ട് പാടുന്നവരിലൂടെയാണ് വരുന്നത്. നല്ലൊരു കൈ കൊടുത്തേ. അവരെ നമ്മൾ കൈയടിക്കാൻ. ദൈവത്തിന്റെ ഓരോരോ പാട്ടുകളാണ് അല്ലേ? അതെ, ആ ദൈവം കയ്യൊപ്പിട്ടിരിക്കുകയാണ്. ഹൃദയത്തിൽ ദൈവം വേഗം കൈപ്പെടുന്നവരാണ് വലിയ എഴുത്തുകാരായി മാറുന്നത്. അപ്പൊ അവരെയൊക്കെ കാണുമ്പോൾ നമ്മൾ ദൈവത്തെ കാണുന്ന പോലെ തന്നെ കാണാം. നല്ലൊരു കൈയ്യടി, നല്ലൊരു കൈയ്യടി, നല്ലൊരു കൈയ്യടി, നല്ലൊരു കൈ. ഇനി ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ സാർ. ഇനി ഈ പാട്ട് പാടുന്നവരെ കുറിച്ചുള്ള ഏറ്റവും വലിയ അഭിനന്ദനം പറഞ്ഞത് ആരാന്നറിയോ? ലോകത്ത് ഞാൻ ഇത്രയും നല്ലൊരു അഭിനന്ദനം കേട്ടിട്ടില്ല. 1953 ഇന്ത്യയുടെ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു MS സുബ്ബലക്ഷ്മിയുടെ സംഗീത സായനം കേട്ടിട്ട് പറഞ്ഞെന്താ അറിയോ? പ്രധാനമന്ത്രി സെക്രട്ടറി പറഞ്ഞു ഉദ്ഘാടനം കഴിഞ്ഞിട്ട് നമുക്ക് പോകണമെന്ന്. പക്ഷേ പ്രധാനമന്ത്രി പാട്ട് തുടങ്ങിയപ്പോൾ പറഞ്ഞു മുഴുവൻ പരിപാടി ക്യാൻസൽ ചെയ്തത് ഈ 1.5 മണിക്കൂർ ഇത് കേട്ടിട്ടേ ഞാൻ പോകുള്ളൂ. ഫ്രണ്ടിലിരിക്കുകയാണ്. എല്ലാം കഴിഞ്ഞിട്ട് തീർന്നില്ല. ജവഹർലാൽ നെഹ്റു സ്റ്റേജിലോട്ട് ചെന്നിട്ട് തല കുമ്പിട്ട് വണങ്ങി MS സുബ്ബലക്ഷ്മിയുടെ മുന്നിൽ എന്നിട്ട് പറഞ്ഞു, ഗുവാമായി എ മിയർ പ്രൈം മിനിസ്റ്റർ ബിഫോർ ദി ക്വീൻ ഓഫ് മ്യൂസിക്. ഈ സംഗീത റാണിക്ക് മുന്നിൽ ഞാൻ വെറും ഒരു പ്രധാനമന്ത്രി മാത്രം. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു 100 കോടി ജനം വിചാരിച്ചാൽ ആരെ വേണമെങ്കിൽ പ്രധാനമന്ത്രിയാക്കാം, പക്ഷേ MS സുബ്ബലക്ഷ്മിയെ പോലെ പാടുന്ന ഒരാളൊക്കെ കിട്ടത്തില്ല. അതാണ് ഇത്തരം ഗിഫ്റ്റഡ് ആയിട്ടുള്ള ആളുകളുടെ ഹിയർ ഈസ് ദി ടങ് ഓഫ് ഗോഡ്, അങ്ങനെയുള്ളവരുടെ ഗുണമെന്ന് പറയുന്നത്. അതുകൊണ്ട് നമ്മൾ ഏറ്റവും കൂടുതൽ പ്രോത്സാഹിപ്പിക്കേണ്ടത് അങ്ങനെയുള്ള ആളുകളെ നമ്മൾ പ്രോത്സാഹിപ്പിക്കുക അല്ലേ? കല എന്ന് പറഞ്ഞാൽ ഡിവൈനാണ്. നമ്മൾ നല്ല കയ്യിൽ കൊടുക്കൂ. ഒരു കാര്യത്തിലുള്ളത് ഞാൻ പറഞ്ഞുകൊണ്ടേ, ജിതേഷ്ജി തുടങ്ങിയത് ആരെ പറ്റിയായിരുന്നു? പ്രസംഗമല്ല, ഇത് ഈ തുടങ്ങിയത് ആരെ പറ്റിയായിരുന്നു? ഞാനിന്റെ വീടുകളിൽ കാണുന്നുണ്ടായിരുന്നു, കേൾക്കുന്നുണ്ടായിരുന്നു, എന്നെ പറ്റി ഇതൊക്കെ സന്തോഷം. മറ്റൊരു സന്തോഷങ്ങളുണ്ട്.
ക്രിസോസ്റ്റം തിരുമേനിയുടെ 90 വയസ്സ്, 90 വയസ്സിനാണ് 100 വയസ്സിന് 100 വയസ്സിന് അച്ഛൻ തിരുമേനിയുടെ ഒരു കാർട്ടൂൺ, തിരുമേനിയുടെ പടം വരയ്ക്കുന്ന ഒരു ചിത്രവും അതോടൊപ്പം പാട്ട് പാടുന്നത്, അതിന് ഭാഗ്യം കിട്ടിയത് എനിക്കാണ്. മിഴിയിൽ സാന്ത്വനം, നാവിൽ തേൻമൊഴി, നിറയെ കനിവുമായി, ഹൃദയം സാന്ദ്രമായി, അങ്ങനൊരു പാട്ട്. അച്ഛനാണ് അതിൽ കാർട്ടൂൺ തിരുമേനിയുടെ പടം വരയ്ക്കുന്നത്. അതോടൊപ്പം ഈ പാട്ട് ബാക്ക്ഗ്രൗണ്ടിൽ വരുന്നുണ്ട്. അപ്പോൾ ഈ യാദൃശ്യമായിട്ടാണെങ്കിൽ എനിക്ക് പാടാനൊരു അവസരം കിട്ടി, തിരുമേനിയെ ഓർക്കാൻ അവസരം കിട്ടി. അങ്ങനെ തിരുമേനിയുടെ ശബ്ദത്തിൽ നിങ്ങളോട് പറയാൻ ദൈവം തന്ന ഒരു വലിയൊരു ദാനമാണ്, കഴിവാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങളിങ്ങനെ ഇരുന്നോണ്ട് കാര്യമില്ല. നമ്മൾ എവിടെ ചെന്നാലും ആക്ടിവിറ്റികൾ ചെയ്യിക്കാറുണ്ട്. ആക്ടിവിറ്റി ചെയ്യിച്ച് നടുപിടിച്ച് വീണ ഒരാളാണ് ഞാൻ. എന്താണ് സംഭവം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, 100 വർഷം ആഘോഷിക്കുന്ന കേരളത്തിലെ 2 വനിതാ കോളേജുകളാണുള്ളത്. ഏതൊക്കെയാണെന്ന് പറയാം? 100 വർഷമായ, നിങ്ങളെക്കാളൊക്കെ ഒത്തിരി പ്രായം ചെന്ന കോളേജുകളാണ്. 2 കോളേജുകൾ. എവിടെ പറഞ്ഞു? സെന്റ് തെരേസാസ് കോളേജ്. സെന്റ് തെരേസാസ് കോളേജിന്റെ 100ാം വാർഷികത്തിന് അതിന്റെ പരിപാടിക്ക് ഒരു 10-30 ദിവസം മുമ്പ് എന്നെ വിളിച്ചു. 10-30 അല്ല, 30 ദിവസം മുമ്പ്. അപ്പൊ ഞാൻ പറഞ്ഞു, എങ്ങനെയുണ്ട് കുട്ടികളൊക്കെ, എങ്ങനെയുണ്ട്? അപ്പോ പറഞ്ഞു, അന്യായ വൈബ എന്ന് ടീച്ചർ പറഞ്ഞു. പ്രിൻസിപ്പലും നല്ല അടിപൊളി ആയിട്ട് എനർജറ്റിക് ആയിട്ടുള്ള ഒരു പ്രിൻസിപ്പൽ. അപ്പൊ ഞാൻ പറഞ്ഞു, പ്രശ്നമൊന്നുമില്ലല്ലോ, ഒരു പ്രശ്നമില്ല, സാറിങ് വന്നാൽ മതി, പിള്ളേരെ ഇളകി മറിഞ്ഞോളൂ. അപ്പൊ ഞാൻ വരയ്ക്കാനായിട്ട് ആരെയൊക്കെ വരയ്ക്കണമെന്ന് ചോദിക്കുമ്പോൾ ഇവരെല്ലാം കൊറിയൻ പേരുകളൊക്കെ, ജിമിൻ, ജങ്കുക്ക്, നമ്മുടെ പിന്നെ നിങ്ങളിൽ പലരും കേട്ടിട്ടുണ്ടാവില്ല, ഈ ജങ്കുക്ക്, ജിമിന് ഇങ്ങനെയൊക്കെ പറയുന്നവർക്കാണ് വലിയ ഫാൻസ് എന്ന് പറയുന്നത്. അതുപോലെ റോക്കി ബായി, വയലൻസ് വയലൻസ് വയലൻസ്, ഐ ഡോണ്ട് ലൈക്ക് വയലൻസ് ബട്ട് വയലൻസ് ലൈക്സ് മീ. അതുപോലെ KGF നായകൻ, ഇവരെയൊക്കെ വരയ്ക്കാനാണ് പറയുന്നത്. ഞാൻ അതെല്ലാം വരച്ചു കൊടുക്കും. അത് കഴിഞ്ഞപ്പോൾ ഞാൻ മൈക്കിൾ ജാക്സനെ വരച്ചു. ഇവരെ പറഞ്ഞ് നമുക്ക് ഡാൻസ് ചെയ്യാം. KL03 AP 489 സർ, വണ്ടി ഒന്ന് മാറ്റി. KL03 AP 489 സർ, വണ്ടി ഒന്ന് മാറ്റി കൊടുത്താലേ പോകാനായിട്ട് ആളുകളോട് വെയിറ്റ് ചെയ്യുന്നു. ഓക്കെ, കാര്യമാണ്. അപ്പൊ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ, അപ്പൊ ഞാൻ പറഞ്ഞു, നിങ്ങളിൽ എത്ര പേര് ഒരു 10 പെൺകുട്ടികൾ വന്ന് എന്റെ കൂടെ ഡാൻസ് ചെയ്യാമോ എന്ന് ചോദിച്ചു. അപ്പോ ഞാൻ വിചാരിച്ചു 10 പേരൊന്നും വരത്തില്ലായിരിക്കും. അവിടെ ഈ ബെഞ്ച് വെച്ചിട്ടാണ് സ്റ്റേജ് വലിയത് കെട്ടിയിരുന്നത്. ഇവർ 100 ചില്ലുവാനം പേര്. ഈ പെൺകുട്ടികളുടെ വേഷം എന്ന് വെച്ചാൽ കറുത്തുടുപ്പും ഒരു മുണ്ട് ഇങ്ങനെ മടക്കി കുത്തിയാണ് സ്റ്റേജിലോട്ട് വരുന്നത്. എന്നിട്ട് ഭയങ്കര ഡാൻസ് എന്ന് ഭയങ്കര എനർജി ആയിട്ട് പോയി. നിർത്തേണ്ട സമയമായിട്ട് നിർത്തുന്നില്ല. പെട്ടെന്ന് ഈ സ്റ്റേജ് ഒടിഞ്ഞു വീഴും. ഈ ഒടിഞ്ഞു വീണ് ഞാൻ നിലത്ത് വീണ് എന്റെ മുകളിലേക്ക് ഒരു 10-50 പെൺകുട്ടികൾ. എനിക്ക് ഒരാഴ്ചത്തേക്ക് എഴുന്നേക്കാൻ വയ്യായിരുന്നു. ഇപ്പൊ അതിന്റെ പത്രത്തിൽ വാർത്ത ഉണ്ടായിരുന്നു, സെന്റ് തെരേസാസിലെ പരിപാടിയുടെ വലിയ വാർത്ത മാതൃഭൂമി വരികയും ചെയ്തിരുന്നു. പക്ഷെ ഒടിഞ്ഞു വീണ കഥയൊന്നും വന്നില്ല. പക്ഷെ എന്ന് പറഞ്ഞ പോലെ നമ്മൾ 10 പേര് വരുമെന്ന് വിചാരിച്ചെടുത്ത് 150 പെൺകുട്ടികളാവുന്ന ഡാൻസ് ചെയ്തത്. 150 പെൺകുട്ടികൾ. അപ്പൊ നമ്മുടെ പെൺകുട്ടികളും സ്ത്രീകളും എല്ലാം അത്രത്തോളം കോൺഫിഡൻസ് ഉള്ളവരായിട്ട് മാറി. പക്ഷെ ആണുങ്ങൾ ഭയങ്കര പിന്തിരിപ്പന്മാരായിട്ടും പമ്മി ഇരിക്കുന്നവരായിട്ടും മാറുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. ആണെന്ന് പറഞ്ഞാൽ നമ്മൾ 50 വയസ്സ് കഴിഞ്ഞവരല്ല, ഇപ്പോഴത്തെ ഈ ന്യൂജൻ പിള്ളേർ, ജെൻസി എന്ന് പറയുന്ന പിള്ളേർ, അവരുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെ തോന്നിയിട്ടുണ്ടോ? അപ്പൊ നിങ്ങൾ ആരാണ് ഓളം ഉണ്ടാക്കാനായിട്ട് ഇങ്ങോട്ട് വരുന്ന ഒന്ന് ഡാൻസ് ഏതാ? നമ്മുടെ ജനറേഷനിലെ പാട്ട് വേണ്ട. ഈ ഓണം മൂടി ഇട്ടാൽ ഡാൻസ് ചെയ്യാൻ നോക്കൂ. ചുമ്മാ എന്തെങ്കിലുമൊക്കെ കാണിച്ചാൽ മതി. എന്തെങ്കിലും നമുക്ക് ഒക്കാത്ത കാര്യം ചെയ്യുമ്പോഴാണ് അതിനകത്തൊരു ത്രില്ലെന്ന് പറയുന്നത്. അതിനാണ് ഇംപ്രോംപ്റ്റീവ് ഡാൻസ് എന്ന് പറയും. എന്നുവെച്ചാൽ യാതൊരു തയ്യാറെടുപ്പ്. ഇംപ്രോംപ്റ്റീവ് എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം എന്താന്ന് വെച്ചാൽ യാതൊരു പ്രാക്ടീസും ഇല്ലാത്ത ഒരു കാര്യം ചെയ്ത് നമുക്ക് വിജയിപ്പിക്കാൻ കഴിയുമെങ്കിൽ അതിൻ്റെ അത്രയും നമ്മുടെ കോൺഫിഡൻസ്, ബ്രെയിൻ പവർ കൂടുന്ന വേറെ ഒന്നുമില്ല. ഓക്കോ, ഇംപ്രോംപ്റ്റീവ്. ഓക്കോ, അപ്പൊ ആരാണ് വരുന്നത്? വരൂ. ഒരു 10 പേര് വരുവാണെങ്കിൽ ഈ നിങ്ങളെ ഞാൻ സമ്മതിച്ചു തന്നിരിക്കുന്നു. എല്ലാം യാതൊരു ബുദ്ധിമുട്ടും ഇല്ല. വരൂ. ആരാണ് വരുന്നത്? അല്ലെ നിങ്ങൾ പറയുന്ന പാട്ട്, എന്തെങ്കിലും ഒരു ആക്ടിവിറ്റി. ഇത് ഫസ്റ്റ് ഡാൻസ് തുടങ്ങാം. അങ്ങനെ 1-2 ആക്ടിവിറ്റി കൂടെ ചെയ്തൊന്ന് അവസാനിപ്പിക്കാം. ഡാൻസ് ആണ് ഏറ്റവും ഒക്കുന്ന ഒരു ആക്ടിവിറ്റി എന്ന് പറയുന്നത്. ശാന്തമീ രാത്രിയിൽ ഇട്ടാലോ? അതാകുമ്പോൾ വലിയ സ്റ്റെപ്പൊന്നുമില്ല. ഇങ്ങനെ മാത്രം കാണിച്ചാൽ മതി. ഇങ്ങനെ മാത്രം കാണിക്കാൻ റെഡി ആയിട്ടുള്ള ആരെങ്കിലും വരൂ. ഞാനിന്ന് നിങ്ങളുടെ കൂടെ കൂടാം. വരൂ. നിങ്ങൾ വരാൻ റെഡിയാണെങ്കിൽ വരൂ. സാർ വരാമോ? ആരാണ് വരുന്നത്? ചമ്പൽ എന്തിനാണ്?
അങ്ങനത്തെ ചമ്മലൊന്നും ഒരാവശ്യമില്ല. വരാമോ? എന്തോ കുഴപ്പം? എവിടെയാണ് ഏറ്റവും വലിയ കുഴപ്പം? നമുക്ക് പ്രായമായിരുന്നുള്ളൊരു തോന്നൽ പാടില്ല. നമ്മൾ 20 വയസ്സാണെന്ന് നമ്മൾ ചിന്തിക്കുക. ആ 20 വയസ്സേ നമുക്കുള്ളെന്ന് ചിന്തിച്ചാൽ ഒരു വിഷയം വരുന്നില്ല. ഇതൊരു ആക്ടിവിറ്റി സെഷനാണ്. ആക്ടിവിറ്റി സെഷനിൽ നിങ്ങൾ ഇങ്ങനെ മടിച്ചിരുന്ന കാര്യമില്ല. നമ്മളിപ്പോ നമ്മുടെ എല്ലാ പ്രശ്നം എന്താ വെച്ചാൽ പെൻഗിന്റെ കൂട്ടാണ്. പെൻഗിൻ എന്താ പ്രശ്നം എന്ന് പറയും? 2 പെൻഗിൻ ഒരു വഴിക്കോട്ട് എഴുന്നേറ്റ് പോയാൽ മാത്രമേ ബാക്കി പെൻഗിൻ വരത്തുള്ളൂ എന്ന് പറഞ്ഞാലാണ് മനുഷ്യരും അവിടെ വന്ന് ഇനിയിപ്പം വന്നോളൂ. ഇനി ഡാൻസിൽ തന്നെയാണോ വന്നത്? അല്ല. അയ്യോ, ഇത് ഞങ്ങളുടെ എന്റെ വല്യച്ഛന്റെ കാര്യം പറഞ്ഞാലായിപ്പോ. എന്റെ വല്യച്ഛന്റെ കാര്യം അറിയോ? എന്റെ വല്യച്ഛന് MLA ആയിരുന്നു. അദ്ദേഹത്തിന്റെ പേര് ചിറ്റൂർ ശശാങ്കൻ നായരാണ്. MLA ആയിട്ട് പോയിട്ട് കുറെ വർഷങ്ങൾക്ക് മുമ്പാണ്. 5 കൊല്ലമായിട്ട് നിയമസഭയിൽ ഒരിക്കൽ പോലും എഴുന്നേറ്റ് നിൽക്കാത്ത മനുഷ്യനാണ് ചിറ്റൂർ ശശാങ്കൻ നായർ എന്ന് പറഞ്ഞ എന്റെ വല്യച്ഛൻ. അപ്പോ ഒരു തവണ 5 കൊല്ലം പൂർത്തിയാക്കാൻ തുടങ്ങിയപ്പോ അദ്ദേഹം NDPയുടെ MLA ആണ്. NDP എന്നൊരു പാർട്ടിയുണ്ട്. ആ പാർട്ടി ഇപ്പൊ ഇല്ല. അതിന്റെ MLA ആണ്. അദ്ദേഹം എഴുന്നേറ്റു. അപ്പൊ ഉടനെ സ്പീക്കർ പറഞ്ഞു, ശശാങ്കൻ കൊച്ചാറിന് എഴുന്നേറ്റിട്ടുണ്ട്. ആദ്യമായിട്ടാണ് 5 കൊല്ലം നിയമസഭ തീരാറായി, ഇനി ആരും ഒന്നും പറയരുത്, അദ്ദേഹത്തിന് സംസാരിച്ചിട്ടുള്ള കാര്യമുള്ളൂ. അപ്പൊ അദ്ദേഹത്തെ എടുത്തല്ലോ. അദ്ദേഹം ഇങ്ങനെ എഴുന്നേറ്റിട്ട് പറഞ്ഞു, സാർ, ഞാൻ സംസാരിക്കാൻ കഴിഞ്ഞു പോയി ഉടുക്കാൻ എഴുന്നേറ്റതാണ് എന്ന് പറഞ്ഞത്. അവിടുത്തെ ആ ആന്റി എഴുന്നേറ്റപ്പോ നമ്മളെല്ലാം കോൺഫിഡൻസോടെ കൈയടിച്ചു. ഇപ്പൊ ഉക്കിരുന്ന ഒരു ഡാൻസ് കാണാം. പക്ഷെ സംഭവിച്ചു എന്തുവാ? ആന്റിയുടെ സാരി പിടിച്ചു പോയോ? അത് എഴുന്നേറ്റതാണ്. നമ്മൾ തെറ്റിദ്ധരിച്ചു പോയി. വരുമോ? ഇങ്ങനെ ഇരുന്ന എങ്ങനെ തന്നെ നിങ്ങൾ വരുമോ? ഏത് പാട്ടാ? ശാന്തമീരാത്രിയോ? ശാന്തമീരാത്രി പാട്ടൊക്കെ കൊടുക്കാം. അത് നല്ലൊരു കൈയുടെ അത് ഇംഗ്ലണ്ടിൽ പോയവരുടെ ഗുണം കണ്ടോ? അവര് പെട്ടെന്ന് തന്നെ ചാടി വരും. അത് അവിടെ വരുന്നു. ഇവരെല്ലാം വിദേശ രാജ്യങ്ങളിലായിരുന്നോ? അതായിരിക്കും ഇങ്ങനെ ഒരു കോൺഫിഡൻസ് കിട്ടിയെന്നിരിക്കുന്നു. സ്റ്റെപ്പൊക്കെ എനിക്കറിയാം. നിങ്ങളിൽ ആർക്കെങ്കിലും ജീവിതത്തിൽ വിജയിക്കാൻ നമ്മൾ പഠിച്ചത് കൊണ്ടോ ഭാഗ്യം കൊണ്ടോ ഒന്നുമല്ല ചിലപ്പോൾ വിജയിക്കുന്നത്. ചിലപ്പോൾ മിയറിലാക്കുക. ഞാൻ ചോദിക്കുന്നത് ഇതാണ്, നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് അല്ല വെഡിങ് ആനിവേഴ്സറി ഡേറ്റ്. അപ്പൊ ആ ഡേ ഒരു സെലിബ്രിറ്റിയുടെ ബർത്ത്ഡേയോ എന്തെങ്കിലും സെലിബ്രിറ്റിയുമായി ബന്ധപ്പെട്ടതാണെങ്കിൽ നിങ്ങൾക്ക് സമ്മാനം ഇല്ല, സമ്മാനം കിട്ടും. ഓക്കെ, റെഡിയാണോ? വെഡിങ് ഡേ പറഞ്ഞു 7th മെയ് എന്ന് പറഞ്ഞാൽ രവീന്ദ്രനാഥ ടാഗോറിന്റെ ജന്മദിനമാണ്. 1861 മെയ് 7-ാം തീയതിയാണ് രവീന്ദ്രനാഥ ടാഗോർ ജനിച്ചത്. ഓക്കെ, ചാൾസ് രാജകുമാരന്റെ മാര്യേജ് ആയിരുന്നു. പുതിയൊരു അറിവായിരിക്കും കിട്ടിയത്. നല്ലൊരു കൈ കൊടുത്തേ. ഇനിയാണിത് ഒക്ടോബർ 12. പെട്ടെന്ന് ഒരു സെലിബ്രിറ്റി എനിക്ക് ഓർമ്മ വരുന്നില്ല. അച്ഛന്റെ ബർത്ത്ഡേ ആണ് അല്ലേ? നല്ലൊരു കൈ കൊടുത്തേ. ഓഗസ്റ്റ് 14 പാകിസ്ഥാന്റെ സ്വാതന്ത്ര്യ ദിനമാണ്. പാകിസ്ഥാനിലേക്ക് പറഞ്ഞു കൊടുക്കണോ? പാകിസ്ഥാന്റെ സ്വാതന്ത്ര്യ ദിനമാണ്. ഒരു മിഠായി നമ്മുടെ അയൽ രാജ്യമായ
പാകിസ്ഥാനും ഇന്ത്യയും ഒരേ ദിവസം സ്വാതന്ത്ര്യം നേടിയെങ്കിലും അവർ പറഞ്ഞു ഞങ്ങൾ മുന്നെയാണ്, ഓഗസ്റ്റ് 15 അല്ല ഓഗസ്റ്റ് 14 അർദ്ധരാത്രി ആയതുകൊണ്ട് 14 ഒന്ന് കണക്കാക്കാം. എന്നാണ് ബർത്ത്ഡേ? സെപ്റ്റംബർ 7. ആരുടെ ബർത്ത്ഡേ എന്നറിയോ? മമ്മൂട്ടിയുടെ ജന്മദിനമാണ്. മമ്മൂട്ടി, സാക്ഷാൽ മമ്മൂട്ടി, മമ്മൂട്ടിയുടെ ജന്മദിനമാണ്. മമ്മൂട്ടിക്കാണോ ആരാ മൂത്തത്? May 25 ജന്മദിനം നമ്മുടെ ഫ്ലവേഴ്സിലെ ശ്രീകണ്ഠൻ നായരുടെ ജന്മദിനമാണോ? ശ്രീകണ്ഠൻ നായർ ഇപ്പം വേണം വിളിച്ചു ചോദിച്ചോളൂ. അതുപോലെ പുള്ളിക്കാരൻ എന്നോട് പറഞ്ഞത് അതാണെന്നാണ് പറഞ്ഞത്, ചോക്ലേറ്റ് മതിയാണ്. ഓക്കെ, ഇത്രയും സമ്മാനങ്ങളുണ്ട്, അതുകൊണ്ട് കൊടുത്തേക്കാം. 53 എന്ന് പറഞ്ഞാൽ മഹാഭാരതം എന്ന് ജനിച്ച വർഷമാണ്. ഏത് ദിവസമാണ്? മെയ് 3. നമ്മുടെ ക്രിസ്മസിന് വേണ്ടി അന്തരിച്ച ദിവസമല്ലയോ? ആണോ? നോക്കിയേ, ഗൂഗിളിൽ നോക്കി. അച്ഛനെ ഗൂഗിളിൽ നോക്കാൻ അറിയത്തില്ല. ക്രിസ്മസ് തിരുമേനി അന്തരിച്ച ദിവസം മെയ് 3 ആണോ നോക്കി. ക്രിസ്മസ് തിരുമേനി ആണെന്നാണ് എന്റെ വിശ്വാസം. മെയ് 5 അല്ലേ? മെയ് 5 ജാനുവരി 7. സെലിബ്രിറ്റി എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നില്ല. ജൂൺ 27. ജൂൺ 27. നവംബർ 14. നവംബർ 14 ശിശുദിനം. ശിശുദിനം എന്നതിനുപരിയായിട്ട് നവംബർ 14 ഒരു പ്രത്യേകത. 1961 നവംബർ 14 യേശുദാസ് ആദ്യമായി സിനിമാ പാട്ട് പാടുന്നു. ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്തേനെ വാഴുന്ന മാതൃകാ സ്ഥാനമാണിത് എന്ന പാട്ട് പാടി സിനിമയ്ക്ക് വേണ്ടി ആദ്യമായി പാടുന്ന ദിവസമാണ് നവംബർ 14. അതുപോലെ ഡയബറ്റീസ് ഉള്ളവർക്ക് അറിയണം, ബാൻഡിക്കാണ് ഇൻസുലിൻ കണ്ടുപിടിച്ചത്. ബാൻഡിക്കും ബെസ്റ്റും. അതിനകത്ത് ബാൻഡിക്കിന്റെ ജന്മദിനമാണ് നവംബർ 14. അതുകൊണ്ട് ഇൻസുലിൻ ഡയബറ്റീസ് കേട്ടോ. ഡയബറ്റീസ് ഉണ്ടോ? പണ്ടേ ഉണ്ട്. അപ്പൊ ആ ഇൻസുലിൻ കണ്ടുപിടിച്ച ആളിന്റെ ഓർമ്മ ദിനം കൂടിയാണ് ബാൻഡിക്കിന്റെ. ജൂൺ 27 നമ്മുടെ വേണ്ടിയാണ്, സന്തോഷത്തിന് വേണ്ടിയാണ്. നല്ല ജോലി കിട്ടുന്നതിന് വേണ്ടിയാണ്, സന്തോഷത്തിന് വേണ്ടിയാണ്. പണം ഉണ്ടാക്കുന്നതിന് വേണ്ടിയാണ്, സന്തോഷത്തിന് വേണ്ടിയാണ്. വീട് വലിയ വെക്കുന്നതിനാണ്, നാട്ടുകാരെ കാണിക്കാറുണ്ട്. ആണോ? സന്തോഷത്തിന് വേണ്ടിയാണ്. വലിയ കാർ വാങ്ങിക്കുന്നതിനാണ്, സന്തോഷത്തിന് വേണ്ടിയാണ്. പിന്നെ നമ്മള് ദുഃഖിച്ചിരുന്നിട്ട് ഒരു കാര്യമില്ല. ദുഃഖിച്ചാലും മരിക്കും, സന്തോഷിച്ചാലും മരിക്കും. പക്ഷെ സന്തോഷിച്ച് വന്ന പിന്നെ സന്തോഷിച്ച് മരിക്കരുതോ? 100 വർഷം ജീവിക്കുന്ന ഒരാൾ എത്ര ദിവസം ജീവിക്കുമെന്ന് നിങ്ങൾക്ക് അറിയോ? നിങ്ങൾ ഇന്ന് വരെ 365 വെച്ച് കൊടുക്കേ. 36,525 എത്ര? 36,500 ചിലവാനും ദിവസമേ ജീവിക്കുന്നുള്ളൂ. അത് പകുതി നമ്മൾ ഉറങ്ങിപ്പോകും. അപ്പോൾ തന്നെ ഏതാണ്ടൊരു 18,000 ദിവസമേ ഉള്ളൂ 100 വയസ്സ് വരെ ജീവിച്ചാൽ പോലും. ആ 18,000 ദിവസത്തിന് വേണ്ടി നമ്മൾ കാണിക്കുന്ന എന്തൊക്കെ ആവശ്യമില്ലാത്ത തലവേദനകൾ തലയിലാണ്, ഒരു കാര്യവുമില്ല. അതുകൊണ്ട് ഓരോ ദിവസവും നമ്മൾ സന്തോഷത്തോടെ ജീവിക്കുക. പരമാവധി സന്തോഷം, നമ്മുടെ സന്തോഷം നമ്മുടെ ആയുസ്സും കൂട്ടും. അതല്ലെങ്കിൽ നമുക്ക് തന്നെ ചത്തുകളയാം എന്ന് തോന്നിക്കളയും. നമ്മുടെ വീട്ടിലാണേലും നാട്ടിലാണേലും നമ്മൾ ഇടപെടുന്നവരെല്ലാം നെഗറ്റിവിറ്റിയും ദ്രോഹ പ്രവർത്തനങ്ങളും മോശം വർത്തമാനം പറയുന്നവരാണെങ്കിൽ നമുക്കൊരു രക്ഷയില്ല. നമ്മൾ എത്ര വലിയ ഡോക്ടറാണെന്ന് പറഞ്ഞാലും നമ്മൾ പുറത്തോട്ട് ഇറങ്ങി വരുമ്പോൾ ഒരുത്തരം ആസിഡ് ബൾബ് അറിയുന്നവരാണ് അയലൊക്കെ നിൽക്കുന്നെങ്കിൽ വല്ല കാര്യമുണ്ടോ? അപ്പൊ അതുകൊണ്ട് ഒന്നുകിൽ നെഗറ്റീവായിട്ടുള്ള ആളുകളിൽ നിന്ന് പരമാവധി അകലം പാലിച്ചു കഴിയുക. അപ്പൊ അത് വീട്ടിൽ തന്നെ ഉള്ളവരാണെങ്കിൽ പോലും അവരോട് വഴക്കിനോ ചണ്ടയ്ക്കോ പോകാതെ നമ്മൾ അതൊരു നയതന്ത്രപരമായി ജീവിക്കുന്നതാണ് എപ്പോഴും സന്തോഷം. നമ്മുടെ സന്തോഷം നമ്മളിൽ തന്നെയാണ്. നല്ല പാട്ടുകൾ കേൾക്കുക, നല്ല യാത്ര ചെയ്യുക, മനോഹരമായ സ്ഥലങ്ങളൊക്കെ കാണുക. പിന്നെ എത്ര പൈസ കൂട്ടി വെച്ചിട്ടും നമുക്ക് ഉപയോഗിച്ച് തീരുന്നതിന് അപ്പുറത്തേക്ക് പണം കൂട്ടിവെച്ചാൽ ഒരു പ്രയോജനമില്ല. കൊറോണ കാലത്ത് ഈ തുമ്പവൻ ബാങ്കിലെ മാനേജർ എന്നോട് പറഞ്ഞത് 17ഓളം പേര് മരിച്ച അവർക്ക് ആരുടെ പേരിൽ കൊടുക്കണമെന്ന് പോലും അറിയാത്ത 10 കോടിയിലേറെ ഈ ബാങ്കിലുണ്ടായിരുന്നു. ആ പൈസ എല്ലാം ബാങ്കിലും സർക്കാരിനും പോയി. കൊറോണ വന്ന് മരിക്കുമെന്ന് അവർ ജമ്മത്ത് പോലും ചിന്തിച്ചില്ല. അവരുടെ ലിസ്റ്റ് തരാമെന്ന് ചോദിച്ചപ്പോൾ ലിസ്റ്റ് തന്നു. ഞാൻ അവരെ കുറിച്ച് രഹസ്യമായി അന്വേഷിച്ചപ്പോൾ ഒരു മനുഷ്യന് പോലും, ബന്ധുക്കൾക്ക് പോലും അതിൽ പലരും 10 പൈസ പോലും കൊടുത്ത് സഹായിച്ചിട്ടില്ല.
അവസാനം എന്ത് സംഭവിച്ചു? ഇവർ സമ്പാദിച്ചത് മുഴുവൻ സർക്കാരിന് പോയി. അവസാനം ഇവർ ഒരാൾക്ക് പോലും കൊടുത്തുമില്ല, കൊറോണ വന്ന് മരിച്ചും പോയി. അപ്പൊ ഇതൊക്കെയാണ് ലോകത്ത് സംഭവിക്കുന്നത്. അന്യജീവൻ ഉതകി സ്വജീവിതം ധന്യമാക്കും അമലയെ വിവേകികൾ. ക്രിസ്തുദേവൻ ജനിച്ചത് കാലിത്തൊഴുത്തിലാണ്. ലോകത്തെ ഏറ്റവും വലിയ വീടിൽ ജനിച്ചവനല്ല ലോകത്തെ എക്കാലം ചിരഞ്ജീവിയാകുന്നത്. ക്രിസ്തുദേവൻ ചിരഞ്ജീവിയാണ്. ഈ ലോകമുള്ള ഒരു കാലം ക്രിസ്തുദേവനുണ്ട്, ശ്രീനാരായണ ഗുരുദേവനുണ്ട്, ചട്ടമ്പിസ്വാമികളുണ്ട്. വില്യം ഷേക്സ്പിയർ 1564 ജനിച്ച 1616 അന്തരിച്ച വ്യക്തിയാണ്. ഇപ്പോഴും വില്യം ഷേക്സ്പിയർ എന്ന് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നു. എന്തുകൊണ്ടാണ്? ചിരഞ്ജീവിയാകണമെങ്കിൽ നല്ല കാര്യങ്ങൾ ചെയ്യണം. ഉമ്മൻചാണ്ടി ഏറ്റവും വലിയ വീട് വെച്ചിട്ടല്ല ഉമ്മൻചാണ്ടി മരിച്ചപ്പോൾ ഇത്രയും ജനം മഴയിൽ നനഞ്ഞു വന്നത് നമ്മൾ കണ്ടതാണ്. PS അച്യുതാനന്ദൻ മരിച്ചപ്പോഴും അവിടെ അത്രയും ആളാണ്. ഇപ്പൊ നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പിള്ളേർ പോലും പറയും. ഞാനിപ്പോ കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു ബന്ധു മരിച്ചു, പ്രായമായ അമ്മയാണ്, പട്ടിണി കിടന്നു വരെ മക്കളെയെല്ലാം 4 മക്കളെയും ഡോക്ടർമാരാക്കി. അമേരിക്കയിലെ കാനഡയിലെല്ലാം ഡോക്ടർമാരാണ്. അവസാനം അവർ പറഞ്ഞ എന്തോ അറിയോ, ഞങ്ങൾക്കിവിടെ പേഷ്യൻസ് ധാരാളമാണ്, വരാൻ സമയമില്ല, ഞങ്ങളെ ഫോണിൽ കൂടെ ഒന്ന് കാണിച്ചാൽ മതിയോ. അതായത് പട്ടിണി കിടന്നും നേരം മുഴുവൻ ജീവിതം മുഴുവൻ സമർപ്പിച്ച് മക്കളെ ഡോക്ടറാക്കിയ ആ അമ്മയുടെ ആത്മാവ് എന്ത് കരുതുന്നുണ്ടാവും? മരിച്ചിട്ട് ഒരു ദിവസത്തേക്ക് ഫ്ലൈറ്റ് പിടിച്ച് വരാൻ ഇവർക്ക് കഴിയത്തില്ലാത്ത മക്കളെ നമ്മൾ എന്തിനു സൃഷ്ടിക്കണം എന്നൊരു പക്ഷേ അവർ ചിന്തിച്ചിട്ടുണ്ടാവും. ഇതാണ് ലോകം. ഇന്നിപ്പോ അമേരിക്കയിലെ ഏറ്റവും വലിയ ബിസിനസ്സായി മാറിയിരിക്കുന്നത് എന്താണെന്ന് നിങ്ങൾക്കറിയാമോ? ക്രിമേഷൻ കർമ്മം ചെയ്യുന്ന ആളുകൾ. അതിന്റെ പരിപാടി ഇങ്ങനെയാണ്. ഇപ്പം എൻ്റെ 3-4 സുഹൃത്തുക്കൾ പൈസ അടച്ചിട്ടിരിക്കുകയാണ്. അവരെല്ലാം 70 വയസ്സ് കഴിഞ്ഞവരാണ്. പൈസ അടച്ചിടുക. അപ്പോ ഈ ക്രിമേഷന്റെ ഏർപ്പാട് ചെയ്യുന്ന ആ സർവീസ് ചെയ്യുന്ന ആളുകൾ നമ്മൾ മകനെ വിളിക്കും. ഹലോ, ആർ യു സണ്ണി? യുവർ ഫാദർ ഈസ് ഗോൺ. വി ആർ ഗോയിങ് ടു ഡു ദി ക്രിമേഷൻ ടുമോറോ. ക്യാൻ യു റീച്ച് ദെയർ ഓൺ ടൈം? എത്താനൊക്കെ ഇല്ലയോ? എത്താനൊക്കത്തില്ലെങ്കിൽ ഓക്കെ, ഇവരൊക്കെ ചെയ്യുക. പൈസ വരെ അച്ഛനും അമ്മയും അടച്ചിട്ടേക്കുകയാണ്. അത്രത്തോളം ബന്ധങ്ങൾക്കൊന്നും വിലയില്ലാത്ത ലോകത്തിലേക്ക് നമ്മൾ പോകുമ്പോഴാണ് നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി ജീവിച്ച ഉമ്മൻചാണ്ടിക്ക് വേണ്ടി മഴയിൽ നനഞ്ഞ് അനേകായിരം ആളുകൾ മഴ നനഞ്ഞ് നിൽക്കുന്നു. ജീവിതം മുഴുവൻ കഷ്ടപ്പെട്ട പല അമ്മച്ചിമാരും അവരുടെ മക്കളെ കുറിച്ച് മാത്രം കരുതി, ലോകത്തെക്കുറിച്ച് കരുതിയില്ല. ലോകത്തെക്കുറിച്ച് കരുതിയ ഉമ്മൻചാണ്ടി വർഷങ്ങളോളം മരിച്ചാലും ജീവിക്കും, അച്യുതാനന്ദൻ ജീവിക്കും, പലരും ജീവിക്കും. പക്ഷേ അവനവന്റെ മക്കളെ മാത്രം കരുതി കഷ്ടപ്പെട്ട് വളർത്തി ഡോക്ടറും എഞ്ചിനീയറും ആക്കിയവൻ തിരിഞ്ഞു പോലും നോക്കത്തില്ല. മരിച്ചു കഴിഞ്ഞ ഒരു ഓർമ്മ പോലും കാണത്തില്ല, ഓർമ്മിക്കാൻ പോലും 10 രൂപ മുടക്കത്തില്ല. അതാണ് ലോകത്തെ അവസ്ഥ. അതുകൊണ്ട് അപരനോടുള്ള കരുതലാണ് സംസ്കാരം. കൾച്ചർ ഈസ് ദി കൺസെന്റ് ഫോർ അതേഴ്സ്. കൾച്ചർ ഈസ് ദി കൺസെന്റ് ഫോർ അതേഴ്സ്. നമ്മുടെ ജീവിതം കൊണ്ട് കുറച്ച് പേർക്കെങ്കിലും എന്തെങ്കിലും സാമ്പത്തികമായിട്ടാണെങ്കിലും അല്ലെങ്കിൽ വാക്കുകൊണ്ടെങ്കിലും പ്രയോജനമുള്ള രീതിയിൽ നമ്മുടെ ജീവിതത്തെ പുനരാവിഷ്കരിച്ചാൽ അതാണ് പുണ്യജന്മം എന്ന് പറയുന്നത്. അതല്ലാതെ നമ്മൾ ഏറ്റവും വലിയ വീട് വെച്ച് മത്സരിച്ചിട്ട് ഈ കേരളത്തിൽ മാത്രം കാണുന്നൊരു മത്സരമാണ്. ഈ മത്സര ബുദ്ധി ഒളിമ്പിക്സിൽ കാണിച്ചിരുന്നെങ്കിൽ ഈ മലയാളിക്ക് എത്ര സ്വർണം കിട്ടുമായിരുന്നു. ഇവിടെ മത്സരം ഒന്നിന് മാത്രമാണ്. ഏറ്റവും വലിയ വീട് വെക്കുക, ഏറ്റവും വലിയ വാഹനം വാങ്ങിക്കുക എന്നുള്ള മത്സര കമ്പോളമായിട്ട് മലയാളി മാറിക്കൊണ്ടിരിക്കുമ്പോൾ ഇതും ഒരു ചിന്തനയാണ്, ഇതും ഒരു മനനമാണ്. നമ്മളെല്ലാം ചിന്തിക്കേണ്ട കാര്യമാണ്. എത്ര സമ്പാദിച്ചെന്ന് പറഞ്ഞാലും നമുക്ക് വർദ്ധിപ്പിക്കാനൊക്കാത്തത് ആയുസ്സും സമയവും മാത്രമാണ്. ആയുസ്സും സമയവും മാത്രം നമുക്ക് ഒരു പരിധിയിൽ കൂടെ വർദ്ധിപ്പിക്കാനൊക്കില്ല. പണം എത്ര വേണമെങ്കിലും ഉണ്ടാക്കാം. നിങ്ങൾ പോയി ബാങ്ക് കൊള്ളയടിച്ചാലും പണം ഉണ്ടാവും. പക്ഷേ നിങ്ങളുടെ ആയുസ്, ഒരു ദിവസം, സമയം ഇതൊന്നും കിട്ടില്ല. അതുകൊണ്ട് മറ്റുള്ളവരുടെ ജീവിതത്തിൽ എന്തെങ്കിലും കോൺട്രിബ്യൂട്ട് ചെയ്യുക, നമ്മുടെ വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ ഇൻസ്പിറേഷനായിട്ടോ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ നമുക്ക് കഴിയട്ടെ. നമ്മുടെ ബ്രെയിനെ ആക്ടിവേറ്റ് ചെയ്യുക, ഓരോന്നിനെ കുറിച്ച് ചിന്തിക്കുക. എന്ത് കണ്ടാലും അതിന്റെ പ്രത്യേകതകളെ കുറിച്ച് ചിന്തിക്കുക. ഈ ഫാൻ കാണുമ്പോൾ ഫാനിന്റെ പ്രത്യേകതയെ കുറിച്ച് ചിന്തിക്കുക. മൊബൈൽ ഫോൺ കാണുമ്പോൾ ഇത് മാർട്ടിൻ കൂപ്പർ എന്ന അമേരിക്കക്കാരൻ കണ്ടുപിടിച്ചാണല്ലോ എന്ന് ചിന്തിക്കുക. ഒരു പാട്ട് കേൾക്കുമ്പോൾ ഈ പാട്ട് പാടിയതാരെന്ന് ചിന്തിക്കുക. ഇങ്ങനെയുള്ള ശാന്തവീ രാത്രിയിൽ എന്ന പാട്ടിന് പിന്നെ 2ാമത് പാടിയതാരാണ് തുടർ സിനിമയിൽ എന്ന് ചിന്തിക്കുക. അപ്പൊ ചിന്തിക്കുമ്പോൾ, ചിന്ത ഉണരുമ്പോൾ തലച്ചോറ് ഉണരും. തലച്ചോറ് എക്സസൈസ് ആണ്. എന്റെ മോന്റെ ഏറ്റവും വലിയ പരിപാടി അവന് വയറിന് 6 പാക്ക് ഉണ്ടാക്കുകയാണ്. ആ വയറിന് 6 പാക്ക് ഉണ്ടാക്കുന്നതിനേക്കാളും പ്രധാനമാണ് ബ്രെയിനെ ആക്ടിവേറ്റ് ആക്കാം. ബ്രെയിനെ ആക്ടിവേറ്റ് ആക്കാം എന്ന് ഓർപ്പിച്ചുകൊണ്ട് എഴുന്നേറ്റ് എല്ലാവരും വന്നു. നിങ്ങളുടെ ശ്രദ്ധയെ ഒന്നുകൂടെ പരീക്ഷിക്കുന്നു. 1 എന്ന് പറയുമ്പോൾ 2 തവണ, 2 എന്ന് പറയുമ്പോൾ കൈയടിക്കുക വേണ്ട, 3 എന്ന് പറയുമ്പോൾ 1, 2, 3, 2, 3, 1, 2. ഓക്കെ, താങ്ക് യു.
കർപ്പൂര ദീപങ്ങളാകട്ടെ കണ്ണുകൾ, കസ്തൂരി പോലെ മണക്കട്ടെ വാക്കുകൾ. അന്യന്റെ വാക്കുകൾ സംഗീതം പോലെ ആസ്വദിക്കുന്ന നല്ല മനുഷ്യരുടെ കാലം ഉണ്ടാകട്ടെ എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞാൻ ജിതേഷ് ഗൂഗിളിലോട് സെർച്ച് ചെയ്യാം വേൾഡ്സ് ഫാസ്റ്റസ്റ്റ് കാർട്ടൂണിസ്റ്റ്. നിങ്ങളുടെ മക്കളോടോ കൊച്ചുമക്കളോടോ പറയുക. ഇൻസ്റ്റഗ്രാമിൽ 200 ലക്ഷത്തിന് മേളിലാണ് എൻ്റെ വിശിഷ്യ സുരേഷ് സാറിന് ഒത്തിരി നാളായി വേണ്ടിയിട്ട് വലിയൊരു സാംസ്കാരിക സാമൂഹിക പ്രവർത്തകനാണ്. എനിക്ക് ഒരു 30-35 വർഷമായിട്ട് അറിയാം. ഓക്കെ, താങ്ക് യു. സുരേഷ് സാറിന് ഒത്തിരി നാളായി വേണ്ടിയിട്ട് വലിയൊരു സാംസ്കാരിക സാമൂഹിക പ്രവർത്തകനാണ്. എനിക്ക് ഒരു 30-35 വർഷമായിട്ട് അറിയാം. ഓക്കെ, താങ്ക് യു.